സ്നേഹ ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് സന്തോഷം നൽകുന്നതാണ്. അച്ഛനുമായിട്ടുള്ള ഒരു പരിചയം കുറേ കാലങ്ങളായിട്ടുണ്ട്. അച്ഛനിവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഞങ്ങൾ ശരിക്കും പരിചയപ്പെടുന്നത്. അതിനുശേഷം പലതവണ അദ്ദേഹവുമായിട്ട് സംസാരിക്കുവാനും ഇവിടെ തന്നെ വന്ന് കഴിഞ്ഞ വർഷം ക്ലാസ് എടുക്കുവാനുമുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈയൊരു അവസരം ലഭിച്ചതിന് സർവശക്തനായ ദൈവത്തോടുള്ള നന്ദി ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചതിന് ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഇവിടെ ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന കാണുമ്പോൾ, അതും കുടുംബജീവിതത്തെക്കുറിച്ച് ഉള്ള ഒരു സ്പീച്ച് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത് എന്നറിയുമ്പോഴുള്ള സന്തോഷം വളരെ വലുതാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ധാരാളമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് എടുക്കുന്നു. ഒരുപക്ഷെ എന്നെ പരിചയമുള്ള ചിലരൊക്കെ ഇവിടെ ഉണ്ടാവും. രണ്ടാമത് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് കൗൺസിലിംഗ് പ്രോഗ്രാംസാണ്. എൻ്റെ PhD സൈക്കോളജിയിലാണ്. അതിൻ്റെ പേരിൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാർ ധാരാളമായിട്ട് വരികയും കാണുകയും ഒക്കെ ചെയ്യുന്നു. അതാണ് രണ്ടാമത് ചെയ്യുന്ന കാര്യം. മൂന്നാമത്തേത് എഴുത്താണ്. എഴുത്തിൻ്റെ മേഖലയിലുണ്ട്. ഇതുപോലുള്ള പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുക, ആർട്ടിക്കിൾസ് എഴുതുക. അച്ഛനിവിടെ ഓൾറെഡി സൂചിപ്പിച്ചു. അതാണ് മൂന്നാമത് ചെയ്യുന്ന കാര്യം. ഇനി എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തെക്കുറിച്ച് ഒരു ട്രെയിനിങ് എടുക്കാൻ ഞാൻ മെനക്കെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം ഇതാണ്. എൻ്റെ കുടുംബജീവിതം അത്ര നല്ലതൊന്നുമല്ല. പക്ഷേ ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് 2005-ലാണ്. 2005 മുതൽ ഇങ്ങോട്ടുള്ള കുടുംബജീവിതം 100% നല്ലതാണെന്നൊന്നും ഞാൻ അവകാശപ്പെടില്ല. ഞങ്ങൾ തമ്മിൽ വഴക്കില്ല, അല്ലെങ്കിൽ ബഹളമില്ല, പ്രശ്നങ്ങളില്ല, ഇങ്ങനെയുള്ള യാതൊന്നും ഞാൻ അവകാശപ്പെടുന്നയാളല്ല. വഴക്കുണ്ടാകാറുണ്ട്, ബഹളം ഉണ്ടാകാറുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ക്ലാസ് എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ വർഷങ്ങളായിട്ട് ഈ കുടുംബജീവിതം നയിക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാതെ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ അത് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ള കാരണത്താലാണ് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് തുനിയുന്നത്. അല്ലെങ്കിൽ കുടുംബജീവിതത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ എടുക്കാമെന്ന് ഞാൻ പറയുന്നതിൻ്റെ രഹസ്യം ഇത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി. നമ്മൾ സാധാരണ കേട്ടുള്ളൊരു കാര്യമുണ്ട്, ചട്ടിയും കലവാണെങ്കിൽ തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെ തട്ടുകയും മുട്ടുകയും ചെയ്യുമ്പോൾ അത് പൊട്ടാതെ നോക്കുകയും ചളുങ്ങാതെ നോക്കുകയും ചളുങ്ങിയാൽ നുവക്കാൻ നോക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ചട്ടിയും കലവാണെങ്കിൽ തട്ടുകയും മുട്ടുകയും ചെയ്യും. പക്ഷേ പൊട്ടി പിളരട്ടെ അല്ലെങ്കിൽ പൊട്ടി തകരട്ടെ എന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പൊട്ടാതെയും ചളുങ്ങാതെയും ചളുങ്ങിയാൽ നൂർക്കാനും കഴിയുന്നു എന്നുള്ള കാരണത്താൽ ഈ ഒരു സെഷൻ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ സാധാരണ രീതിയിൽ എൻ്റെ വൈഫുമായിട്ട് പിണങ്ങാറുണ്ട്. ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ അവസാനം വേണം വൈഫിനെ കാണിക്കാൻ. വൈഫുമായിട്ട് പിണങ്ങുന്ന സമയത്ത് ചില സമയങ്ങളിൽ വൈഫ് എൻ്റെ അടുത്ത് കുറേ സമയം മിണ്ടാതിരിക്കും, ഞാൻ അങ്ങോട്ട് പോയി മിണ്ടും. ചില സമയത്ത് ഞാൻ അരിശം ഭാവിച്ച് കുറേയധികം സമയം മിണ്ടാതിരിക്കും, വൈഫ് ഇങ്ങോട്ട് വന്ന് മിണ്ടും. ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നമാണ്. ചില സമയങ്ങളിൽ വൈഫ് നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് ഞാൻ ഒന്നും മിണ്ടാതിരിക്കും. മിണ്ടിട്ട് കാര്യമൊന്നുമില്ല, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ചില സമയത്ത് ഞാൻ ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് വൈഫ് മിണ്ടാതിരിക്കും. ഈ സമയത്ത് മോൻ ഇങ്ങനെ നോക്കി നിൽക്കും. അന്നേരം ഞങ്ങൾ രണ്ടുപേരും പിന്നെ മിണ്ടാതിരിക്കും. കാരണം അവൻ്റെ മുമ്പിൽ വെച്ച് നമ്മൾ ഈ പരിപാടിയൊക്കെ നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഇവൻ നാളെ ഒരു പക്ഷേ നമ്മുടെ തലയിൽ കയറി ഇരുന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അപ്പിയിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ്, ഇവൻ്റെ മുമ്പിൽ വെച്ച് മാക്സിമം ബഹളം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളൊരു പോളിസി കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ചാച്ചനെ ഇങ്ങനെ ഇടയ്ക്ക് ഓർക്കും. അമ്മ എത്ര ബഹളം ഉണ്ടാക്കിയാലും ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരു മനുഷ്യൻ. പിന്നെ കലിപ്പ് കയറിയാൽ 4 തെറിയൊക്കെ പറയും. അതോടുകൂടി പിന്നെ അമ്മയും മിണ്ടാതിരിക്കും.
പക്ഷേ ഇവർ തമ്മിലുള്ളൊരു സ്നേഹബന്ധം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫാദർ മരിച്ചു. അമ്മ ഇപ്പോഴും ആരോഗ്യവതിയായിട്ട്, ചെറിയ മെമ്മറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആരോഗ്യവതിയായിട്ട് കൂടെ തന്നെ ഉണ്ട്. ഈ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കോട്ടുണ്ട്. കോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഫാമിലി ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്, ഇറ്റ് ഈസ് എവരിതിങ്. ഫാമിലി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് എഗ്രി ചെയ്യില്ല. അതിന് മറുപടിയായിട്ട് ഈ കോട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിൽ പറയുന്നത് ഇതാണ്, ഫാമിലിയാണ് എല്ലാം. അതിൻ്റെ അർത്ഥം 100% നമുക്ക് ലഭിക്കുന്ന സമയം ഫാമിലിക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ആവറേജ് രീതിയിൽ ഒന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്ന് പറയുന്നത് കുടുംബമാണ് എല്ലാം എന്നുള്ള വസ്തുതയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഒരുപക്ഷെ ട്രെയിനിങ് എടുക്കാൻ വന്നിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അതിനപ്പുറത്തേക്ക് പോകാൻ പോവുക. നമ്മൾ സാധാരണ ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വീട് എന്ന് പറഞ്ഞാൽ താമസിക്കാൻ ഉതകുന്ന ഒരു സ്ഥലം. ഭവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി എന്താണ്, വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് പോകും. എനിക്ക് തോന്നുന്നു നമ്മളൊരു വെറും വീടല്ല, ഒരു ഭവനം ഉണ്ടാക്കി എടുക്കേണ്ടവരാണ്. കാരണം ഇത്രയും മാത്രമേ ഉള്ളൂ, ഒരു നല്ല ഭവനമാണെങ്കിൽ അവിടെ സ്നേഹമുണ്ടാവണം, അവിടെ വിട്ടുവീഴ്ച ഉണ്ടാവണം, അവിടെ എളിമയുണ്ടാവണം, അവിടെ വിനയമുണ്ടാവണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നാറുള്ളൊരു കാര്യം. അല്ലെങ്കിൽ ഇതുവരെ ക്ലാസ് എടുത്തിട്ടുള്ളവരും അല്ലെങ്കിൽ കുടുംബത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരും ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് സാധാരണ രീതിയിൽ ഒരു കുടുംബത്തെ തോണിയോട് ഉപമിക്കാനാണ് ഇഷ്ടം. ഒരു തോണി, നിങ്ങളൊരു കേട്ടിട്ടുണ്ടാവും ഇങ്ങനൊരു ഉപമ. ഒരു തോണിയിൽ 5 പേരുണ്ടെന്ന് വിചാരിക്കുക. ആ 5 പേര് 5 സൈഡിലേക്കാണ് തുഴ വെച്ച് തുഴയുന്നതെങ്കിൽ തോണി എങ്ങോട്ട് പോകും? ഇതാണ് ചോദ്യം. കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ അപ്പൻ തുഴയുന്നത് അങ്ങോട്ടാണെങ്കിൽ, അമ്മ തുഴയുന്നത് ഇങ്ങോട്ടാണെങ്കിൽ, മക്കൾ തുഴയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടാണെങ്കിൽ ഏതായാലും തോണി മുമ്പോട്ട് പോവില്ല. ജീവിതമാകുന്ന തോണി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് തുഴയുമ്പോഴാണ് തോണി മുമ്പോട്ട് പോവുക. അത് ഒരേ സൈഡിലേക്ക് തന്നെ തുഴയണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ടാവാം. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളുമൊക്കെ മറികടന്നുകൊണ്ട് മുമ്പോട്ട് നന്നായിട്ട് തുഴഞ്ഞ് ഏത് ദിശയിലേക്കാണോ പോകേണ്ടത് ആ ദിശയിലേക്ക് പോകുവാനുള്ളൊരു കപ്പാസിറ്റി തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഒരു കുടുംബം അല്ലെങ്കിൽ കുടുംബ ജീവിതം മനോഹരമായിട്ട് മുമ്പോട്ട് പോവുക. ലോകത്ത് ഏറ്റവും കെട്ടുറപ്പുള്ള ഒരു ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഗവേഷകർ പറയുന്നത് കുടുംബം എന്ന് പറയുന്ന ടീമാണ് എന്ന് പറയാറുണ്ട്. കുടുംബം എന്ന് പറയുന്ന ടീം ഏറ്റവും കെട്ടുറപ്പുള്ള ഒരു ടീം. കാരണം അവിടെ സാധാരണ രീതിയിൽ ഈഗോ ഇല്ല. സാധാരണ രീതിയിൽ അവിടെ പിണങ്ങിക്കഴിഞ്ഞാൽ കൂട്ടുകൂടുവാൻ ഒരുപാട് സമയം വേണ്ട. അതുകൊണ്ട് ഏറ്റവും കെട്ടുറപ്പുള്ള ഒരു ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബമാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും വളരെ കെട്ടുറപ്പ് കുറഞ്ഞ ഒരു 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 ഭവന ഒരു ഒരു ടീം അത് കുടുംബമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ള ഒരു സംശയവുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഞാൻ ഒരു പുസ്തകം കഴിഞ്ഞ ഇടയ്ക്ക് പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് എത്ര മാർക്ക് എന്നുള്ളതാണ്. ഇതാണ് ആ പുസ്തകം. എൻ്റെ പണം തന്നെ കൊടുത്തിരിക്കുന്നത്. അത് എന്താണ്, മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊടുത്തതാണ്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് എത്ര മാർക്ക്. ഇതിൻ്റെ അകത്ത് 16 അധ്യായങ്ങളാണുള്ളത്. ഈ 16 അധ്യായങ്ങളുടെ അവസാനം ഓരോ ചോദ്യാവലി കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യാവലി ഫില്ല് ചെയ്ത് ഏറ്റവും അവസാനം 100ലാണ് മാർക്ക്. 100ൽ എത്ര മാർക്ക് കിട്ടുന്നു എന്ന് നോക്കുകയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. 100ൽ അത്യാവശ്യം മാർക്കുണ്ടെങ്കിൽ നമ്മുടെ കുടുംബജീവിതം കുഴപ്പമില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വെപ്പ്. അങ്ങനെ ഞാൻ ഈ ഒരു പുസ്തകം 2 റീസെൻ്റ്ലി കല്യാണം കഴിച്ച ആൾക്കാർക്ക് കൊടുത്തു. വളരെ റീസെൻ്റായിട്ട് അടുത്ത കാലത്ത് കല്യാണം കഴിച്ചവരാണ് 2 പേര്. അവർക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതൊന്ന് ഫില്ല് ചെയ്യുക, ഈ ക്വസ്റ്റ്യനെയർ ഒന്ന് ഫില്ല് ചെയ്യുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു റിസൾട്ട്.
100-ൽ 8 മാർക്ക് കിട്ടി. 100-ൽ 8 മാർക്ക് കിട്ടി. അതിൻ്റെ അർത്ഥം യങ് ജനറേഷൻ്റെ ഫാമിലി ലൈഫ് മോശമാണെന്നൊന്നുമല്ല, ഓൾഡ് ജനറേഷൻ്റെ ഫാമിലി ലൈഫ് നല്ലതാണെന്നുമല്ല. പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഏതായാലും നമ്മൾ മുമ്പോട്ട് പോകുന്നു. വീടിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സാധാരണ രീതിയിൽ അമ്മയുണ്ട്, അപ്പനുണ്ട്, മക്കളുണ്ട്, വല്യപ്പനുണ്ട്, വല്യമ്മയുണ്ട്, ഏതെങ്കിലും അപ്പൻ്റെയോ അമ്മയുടെയോ സഹോദരങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ചുറ്റുപാടാണ് നമ്മുടെ ഒരു കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബത്തിൽ അമ്മ റോൾ മോഡലായിരിക്കണം എന്നുള്ളതും അപ്പൻ റോൾ മോഡലായിരിക്കണം എന്നുള്ളതും നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമാണ്. അമ്മയും അപ്പനും വീട്ടിൽ റോൾ മോഡലായിരിക്കണം എന്ന് തോന്നുന്നവരൊന്ന് കൈയുയർത്തി കാണിക്കാമോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈയുയർത്തി കാണിക്കുക. 1, 2, 3, 4 കൈയുള്ളവരൊക്കെ ഒന്ന് ഉയർത്തി ഉപകാരമായിരുന്നു. ശരി ശരി. അപ്പോൾ ഏകദേശം എല്ലാവർക്കും തന്നെ കൈയുണ്ട്. ഇനി കൈ മുകളിലേക്ക് ഉയർത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ നമുക്കൊന്ന് കൈ അടിച്ച് നോക്കാം. കൈയടി പറ്റുന്നവർ അതിന് കുഴപ്പമില്ലല്ലോ. 2 കൈ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കൈ അടിക്കുന്നതിന് ബുദ്ധിമുട്ടാവില്ല. എങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് കൈയടി തരാമോ? ഓക്കെ, സന്തോഷം. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, 100% നിങ്ങൾക്ക് കൈയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, കൈയുണ്ടോ, ഒന്ന് കൈ ഉയർത്താമോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് കൈ ഉയർത്തി കാണിക്കുക. ഇവിടെ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ പിള്ളേര് ഇങ്ങനെ വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്, എൻ്റെ അപ്പൻ ഇത് തന്നെ കേൾക്കണം, എൻ്റെ അമ്മ ഇത് തന്നെ കേൾക്കണം എന്ന് ആര് പറയാൻ സാധ്യതയുണ്ട്? യൂത്ത് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ഇനി ചില കാര്യങ്ങൾ കുടുംബത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ, യൂത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അപ്പനും അമ്മയും വിചാരിക്കും അവക്കത് തന്നെ വേണം, ഈ ക്ലാസ് കൂടിയില്ലായിരുന്നെങ്കിൽ അവക്കിത് കേൾക്കാൻ പറ്റില്ലായിരുന്നല്ലോ, ഇത് തന്നെ വേണം എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. ഇനി ചില പുരുഷന്മാര്, ഞാൻ ഭാര്യമാരെ കുറിച്ച് പറയുമ്പോൾ, ഇതിന് വന്നില്ലായിരുന്നെങ്കിൽ അവൾ എങ്ങനെ ഇത് കേട്ടേനെ എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. നേരെ തിരിച്ചും അത് പറയാനുള്ള സാധ്യതയുണ്ട്. ഭാര്യമാരിങ്ങനെ പറയാം, അയ്യോ അത് ഞാൻ ഇന്ന് കുർബാനയ്ക്ക് വന്നത് നന്നായി, ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് നന്നായി എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് എന്താണ്, ചെവിയിലൂടെ കേൾക്കുക, എന്നിട്ട് ശിരസിൻ്റെ അകത്ത് അതൊന്ന് പ്രോസസ്സ് ചെയ്യുക, എന്നിട്ട് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. വേറെ ഒരാളെക്കുറിച്ചും ചിന്തിക്കരുത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ലേഡിയെക്കുറിച്ച് ഞാനൊരു ഉപമ പറയുകയാണെന്ന് വിചാരിക്കുക. ആ ലേഡിയുടെ സംഭാഷണ ശൈലിയെക്കുറിച്ച് പറയുകയാണെന്ന് വിചാരിക്കുക. കെട്ടിയവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേൽക്ക് കയറി അതുക്കും മേലെ കയറി സംസാരിക്കുന്ന ഒരു രീതിയാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ കെട്ടിയവന്മാരെന്ന് വിചാരിക്കും, ഈ സാഹൻ എൻ്റെ കെട്ടിയോളെ കുറിച്ച് എങ്ങനെ മനസ്സിലായി? അങ്ങനെ വിചാരിക്കണ്ട, അങ്ങനെ വിചാരിക്കേ വേണ്ട. ഇവിടെ നമ്മൾ ഇരിക്കുന്നത് ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും ഇവാലുവേറ്റ് ചെയ്യാനോ അല്ല, സ്വന്തമായിട്ട് എൻ്റെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു മെച്ചം വേണോ എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ പറഞ്ഞ ഈ കാര്യം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായെങ്കിൽ ഒന്ന് കൈയുയർത്തി കാണിക്കാമോ? ഓക്കെ, സന്തോഷം. താങ്ക് യു സോ മച്ച്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, കുടുംബം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്ലെസ്സിങ് ആണ്, നമുക്ക് കിട്ടിയിരിക്കുന്നൊരു ബ്ലെസ്സിങ് ആണ്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു കോട്ട് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഹാവിങ് എ പ്ലേസ് ടു ഗോ ഈസ് എ ഹോം, ഹാവിങ് സമ്മൺ ടു ലവ് ഈസ് എ ഫാമിലി, ഹാവിങ് ബോത്ത് ഈസ് എ ബ്ലെസ്സിങ്. ഒരു സ്ഥലത്തേക്ക് പോകാൻ നമുക്കൊരിടമുണ്ടെങ്കിൽ, അത് വീടാണെങ്കിൽ അത് നല്ല കാര്യമാണ്. നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അത് കുടുംബമാണ്. ഈ രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നാൽ അത് വലിയ അനുഗ്രഹമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഈ അനുഗ്രഹം നേടിയിട്ടുള്ള ആൾക്കാരാണ്, അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. 100% ഉറപ്പാണ് നിങ്ങൾ അനുഗ്രഹം നേടിയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണല്ലോ ഈ ഒരു ഇടവകയുടെ ഭാഗമാകുവാനും ഒരു കുടുംബത്തിൻ്റെ ഭാഗമാകുവാനും ഈ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാകുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നത്. ദൈവാനുഗ്രഹം ഉള്ള ഒരു ഇടവകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഇടവകക്കാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അമ്മയൊരു റോൾ മോഡൽ ആവുന്നതിനെ കുറിച്ച്, അപ്പനൊരു റോൾ മോഡൽ ആവുന്നതിനെ കുറിച്ച്. എന്തായിരിക്കും ശരിക്കും ഈ റോൾ മോഡൽ ആവുക എന്ന് പറഞ്ഞാൽ? റോൾ മോഡൽ ആവുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ആക്ടിവിറ്റിയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാം. എല്ലാവരും നിങ്ങളുടെ സ്വന്തം നെഞ്ചിൽ, ഹൃദയമുള്ള ഭാഗത്ത്, നിങ്ങളുടെ ഹൃദയം ഇടത് സൈഡാണോ വലത് സൈഡാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം 1,00,000 2-3 പേർക്കൊക്കെ എവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? വലത് സൈഡും ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിങ്ങളുടെ വലത് കൈ വെക്കുക. വലത് കൈ
ഇനി നിങ്ങൾ ഇടത് കൈ പാങ്ങുള്ള വ്യക്തിയാണെങ്കിൽ ഇടത് കൈ അവിടെ വെച്ചാൽ മതി, ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കണം. എന്നിട്ട് ആ കൈ അവിടെ വെക്കണോ വേണ്ടയോ നോക്കണം. ചിലർക്ക് കൈ ഇപ്പോഴേ വെച്ചിട്ടില്ല, കാരണം സാറ് പറയാൻ പോകുന്ന മിക്കവാറും എന്തെങ്കിലും ഒരു ഉടായിപ്പാണെന്ന് തോന്നിയതിന്റെ പേരിലാണ് എന്താ കൈ വെക്കാത്തത്. എങ്കിലും എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞ് നിങ്ങൾ ദയവായിട്ട് കൈ വെക്കുക. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കണം. എന്നെ കണ്ട് പഠിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ രക്ഷപ്പെടുമെന്ന് 100% എനിക്ക് ഉറപ്പാ എന്നുറപ്പുള്ളവർ മാത്രം കൈ അവിടെ വെക്കുക. എന്നെ കണ്ട് പഠിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ രക്ഷപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പാ എന്ന് 100% ഉറപ്പുള്ളവർ മാത്രം അവിടെ കൈവെക്കുക. ചിലര് താടിയിൽ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങി, കൈ എടുത്തതായിട്ട് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. ചിലര് ചെവിയിൽ ഇങ്ങനെ ചൊറിയുന്നുണ്ട്, കൈ എടുത്തതായിട്ട് കാണിക്കാൻ പറ്റത്തില്ലല്ലോ അതിന്റെ പേരിൽ. പക്ഷേ ഒരു കാര്യം ഓർക്കുക, കുറെ അധികം ആൾക്കാരുടെ കൈ എവിടെ ഇരിപ്പുണ്ടായിരുന്നു? സ്വന്തം ഹൃദയത്തിന്റെ ഭാഗത്ത് ഇരിപ്പുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കണ്ട് പഠിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ രക്ഷപ്പെടും എന്ന ഉറച്ച ബോധ്യം. ഇനി എങ്ങനെയാ മക്കൾ രക്ഷപ്പെടുന്നതെന്നും കൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം. അവര് രക്ഷപ്പെടണമെങ്കിൽ പല മേഖലകളുണ്ട്. ഒന്ന്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 മേഖലയാണെന്ന് പറയുക. ഒരു മകൻ അല്ലെങ്കിൽ മകള് രക്ഷപ്പെടുന്ന മേഖലകൾ എന്ന് പറയുന്നത് 8 മേഖലകളിൽ രക്ഷപ്പെടണം. എങ്കിലാണ് മകനും മകളും ശരിക്കും രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുക. അതിലൊന്നെന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായ ജീവിതം. ഒന്ന് പറഞ്ഞേ, വ്യക്തിപരമായ ജീവിതം. എന്താ വ്യക്തിപരമായ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവൻ സന്തോഷത്തോടുകൂടി സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ? അവന് കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള കോമൺ സെൻസ് ഉണ്ടോ? അവന് ഒരു ബഹുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവനുണ്ടോ? വാല്യൂസ് അവന്റെ ഉള്ളിൽ ഉണ്ടോ? മൂല്യബോധം അവളുടെ ഉള്ളിലുണ്ടോ? ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുടുംബപരമാണ്. കുടുംബപരം. ഒന്നാമത്തെ എന്തായിരുന്നു? വ്യക്തിപരമാണെങ്കിൽ രണ്ടാമത്തേത് കുടുംബപരമാണ്. കുടുംബപരം എന്നതുകൊണ്ട് അർത്ഥമാക്കുക, ഈ പയ്യൻ അല്ലെങ്കിൽ മോള്, ഈ കൊച്ച് വീട്ടിൽ കയറുകയും വീട്ടുകാരുടെ സ്നേഹത്തോടു കൂടി പെരുമാറുകയും എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ ബഹളം വെച്ച് നശിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവമൊന്നും ആവാൻ പാടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനോടൊരു സ്നേഹവും കൂറുമൊക്കെയുള്ള ഒരു മകനും മകളുമാണെങ്കിൽ കൊള്ളാം, വെരി ഗുഡ്. അവനൊരു സ്നേഹമുണ്ടാവണം. ഏത് വിദേശത്ത് പോയി കഴിഞ്ഞാലും അമ്മയും അപ്പനും ജീവിക്കുന്നത്, വല്യപ്പനും വല്യമ്മയും ജീവിക്കുന്നത് ഈ നാട്ടിലാണെന്നും അവർ എനിക്ക് വേണ്ടപ്പെട്ടവരാണെന്നും ചിന്തിക്കാനുള്ളൊരു കഴിവ്, കുടുംബപരം, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒന്നാമത്തേതായിരുന്നു വ്യക്തിപരം, രണ്ടാമത്തേത് കുടുംബപരം, മൂന്നാമത്തേത് ആത്മീയം. ഈ 3 എന്ന് പറയുമ്പോൾ ആത്മീയത്തിന് മൂന്നാമത്തെ സ്ഥാനമാണെന്നല്ല, എണ്ണി തീർക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ആത്മീയം. എന്താണ് സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ? ആത്മീയതയുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയതയുള്ള വ്യക്തി എന്ന് പറയുന്നതിന് ഞാൻ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ അത് ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് ഇത്രയേ ഉള്ളൂ: ഞാൻ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കും മറ്റുള്ളവർക്കും ഈ പ്രപഞ്ചത്തിനും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനും നല്ലതിന് ഉതകുന്നതായിരിക്കണം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, എന്താണ് ആത്മീയത? ഞാൻ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കും മറ്റുള്ളവർക്കും ഈ പ്രപഞ്ചത്തിനും പ്രപഞ്ച സൃഷ്ടാവിനും ഉതകുന്നതായിരിക്കണം. അത്ര മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ സാധാരണ ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, സിഗരറ്റ് വലിക്കുന്നത് ആത്മീയതയുടെ ഭാഗമാണോ? അതിൻ്റെ സാധനം കുഴപ്പമിരിക്കുന്നത്, സിഗരറ്റ് കമ്പനിക്ക് നല്ലത് കിട്ടുന്നില്ലേ? പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വെറുതെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നതിനപ്പുറം ഇവിടുത്തെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സും ഇവിടുത്തെ മത അധ്യാപകരുമൊക്കെ ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കുക, മാതാപിതാക്കൾ ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കുക, എടാ സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്നത് നിനക്ക് കൊള്ളത്തില്ല. കാരണം എന്താ? ലങ്സ് പോകും, ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവർ ചോദിക്കും, എല്ലാവർക്കും ഉണ്ടാവുന്നില്ലല്ലോ. അപ്പൊ തിരിച്ചു പറയുക, ഒരുപാട് പേർക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ. ഇനി ഈ സിഗരറ്റ് വലിക്കുന്നത് കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് നല്ലതാണോ? അല്ല. ഇൻഡയറക്റ്റ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതുകൊണ്ട് അത് പ്രശ്നമുള്ള കാര്യമാണ്. ഇനി ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് സ്മോക്ക് എന്ന് പറയുന്നത് ഒട്ടുമേ നല്ലതല്ല. ദൈവം ഏതായാലും നമ്മൾ നശിക്കാനോ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ നശിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ സിഗരറ്റ് വലി എന്ന് പറയുന്നത് എന്താണ്? എനിക്കും കൊള്ളത്തില്ല, മറ്റുള്ളവർക്കും കൊള്ളത്തില്ല,
ഈ പ്രപഞ്ചത്തിനും കൊള്ളത്തില്ല, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്ന സർവശക്തനും കൊള്ളത്തില്ല. എങ്കിൽ പിന്നെ ഞാനിത് ചെയ്യാതിരിക്കുക. ഇത്രയും മാത്രം ഒന്ന് ഓർത്തേശാൽ മതി. അപ്പോൾ എത്രയെണ്ണം ഞാൻ പറഞ്ഞു? 3 എണ്ണം അല്ലേ? ഒന്നാമത്തേതായിരുന്നു വ്യക്തിപരം, രണ്ടാമത്തേത് കുടുംബപരം, മൂന്നാമത്തേത് ആത്മീയം, നാലാമത്തേത് സാമ്പത്തികം. നമ്മുടെ മക്കള് പൈസ എന്ന് പറയുന്നതിനെ സ്നേഹത്തോടു കൂടിയാണോ കാണുന്നത്? പൈസയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? പൈസയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പൈസ അമിതമായിട്ട് ചെലവഴിക്കാതിരിക്കുകയും പൈസ വേണ്ടുന്നതിന് മാത്രം ചെലവഴിക്കുകയും പൈസ സേവ് ചെയ്യുകയും ചെയ്യുക എന്നാണ് പൈസയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ വളരെ എനിക്കിഷ്ടപ്പെട്ട ഒരു സെന്റൻസ് പലപ്പോഴും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതിതാണ്: നല്ലവനായ മനുഷ്യന്റെ കയ്യിൽ ധാരാളം പണമുണ്ടായാൽ അത് സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപകരിക്കും. നല്ലവനായ മനുഷ്യന്റെ കയ്യിൽ ധാരാളം പണമുണ്ടായാൽ അത് സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപകരിക്കും. എന്നാലോചിച്ച് നോക്കിയാൽ എത്രയോ മനോഹരമായ സെന്റൻസ് ആണ്. ധാരാളം പണമുണ്ടാവട്ടെ. പണം ഒരിക്കലും തിന്മയായിട്ട് അതിൽ തന്നെ മാറുന്നില്ല. പണം എപ്പോഴും നല്ലതാണ്. പണത്തിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. പക്ഷെ എപ്പോഴാണ് പണം തിന്മയായിട്ട് മാറുന്നത്? പണം തിന്മയായിട്ട് മാറുന്നത് അത് ആരുടെ കയ്യിലേക്കാണോ വരുന്നത്, ആ വ്യക്തി ആ പണത്തെ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ചാണ് തിന്മയായിട്ട് മാറുന്നത്. ഇത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നിനക്ക് പൈസ കിട്ടിയാൽ നീ എങ്ങോട്ടാ പോകേണ്ടത്? നിനക്ക് പൈസ കിട്ടിയാൽ നീ എന്താണ് ചെയ്യേണ്ടത്? നിനക്ക് പൈസ കിട്ടിയാൽ നീ ചുറ്റുമുള്ള വീടുകൾ നോക്കണോ? നീ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നല്ലവനായ ഒരു വ്യക്തിയായിട്ട് അയൽവക്കത്ത് പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ നിനക്ക് പറ്റില്ലേ? അയൽവക്കത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ നിനക്ക് പറ്റത്തില്ലേ? നിനക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അനാഥാലയത്തിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ നിനക്ക് പറ്റത്തില്ലേ? നിനക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ വലിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ട് അവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ നിനക്ക് പറ്റത്തില്ലേ എന്നൊക്കെ ആരോട് ചോദിക്കണം? മക്കളോട് ചോദിക്കണം. പൈസ ബാങ്കിൽ വെറുതെ നിക്ഷേപിച്ച് വെക്കുന്നത് അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷേ സേവിംഗ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഉണ്ടാവണം. അപ്പോൾ ഈ കാര്യം കുട്ടികൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ നല്ലൊരു റോൾ മോഡലായിട്ട് മാറുന്നു. അടുത്ത ഏരിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഏരിയ സമൂഹം, സാമൂഹികപരം, സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മുടെ കുട്ടികൾക്ക് സമൂഹത്തിൽ ഇറങ്ങി സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കുന്നുണ്ടോ? ഒന്നും വേണ്ട. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന മോന് സ്കൂളിന്റെ മുമ്പില് ഒരു മാർഗതടസ്സമുണ്ടെങ്കിൽ, സാറേ ഇവിടെ ഒരു മാർഗതടസ്സമുണ്ട്, ഒരു പ്രശ്നമുണ്ട്, അവിടെ ഒരു ബോർഡ് വെക്കുകയാണെങ്കിൽ ഗതാഗത കുരുക്ക് ഒഴിവാകും എന്ന് ഹെഡ് മാസ്റ്ററോട് പ്രിൻസിപ്പളിനോട് പോയി പറയാൻ പറ്റുകയാണെങ്കിൽ അവന് സാമൂഹിക ബോധമുണ്ട്. സ്കൂളിന്റെ പരിസര പ്രദേശത്ത് ഒരുപാട് വേസ്റ്റ് കിടക്കുന്നു. സ്കൂളില് ഒരുപാട് സംഘടനകളുണ്ടെന്ന് വിചാരിക്കുക, ചെറിയ ചെറിയ ക്ലബ്ബുകളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ക്ലബിന്റെ അതോറിറ്റിയുള്ള ഒരു ടീച്ചറോട് പറയുന്നു, ടീച്ചറെ നമ്മുടെ സ്കൂളിന്റെ പുറത്ത് കുറെ വേസ്റ്റ് കിടപ്പുണ്ട്, എനിക്കൊരാഗ്രഹം നമ്മുടെ ഈ ക്ലബ്ബ് ഉപയോഗിച്ച് ആ വേസ്റ്റ് ഒക്കെ ഒന്ന് ആരെ കൊണ്ടേലും ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് നല്ലതല്ലേ? സാമൂഹിക ബോധം. ഒരു സമയത്ത് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ട് ആ ഐസ്ക്രീം തിന്നതിന് ശേഷം ഈ കുട്ടി അതിൻ്റെ കവറ് വിൻഡോ താത്തിട്ട് പുറത്തോട്ടിടാൻ തുടങ്ങുന്ന സമയത്ത് അനുജൻ ചെറുക്കൻ അവിടെ ഇരുന്ന് പറയാ, എടാ വേസ്റ്റ് ബോക്സിൽ ഇടറാ, വണ്ടിക്കകത്തൊരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് ഇട്, ചെറിയൊരെണ്ണമാ പക്ഷെ അതിൻ്റെ അകത്ത് ഈ പ്ലാസ്റ്റിക് ഗ്ലാസ് ഇടാം എന്ന് പറഞ്ഞാൽ ആ കൊച്ചിന്, അനുജൻ കൊച്ചിന് സാമൂഹിക ബോധമുണ്ട്. അപ്പോൾ ഒന്നും കൂടി പറയാമോ? ഒന്നാമത്തേത് വ്യക്തിപരം, രണ്ടാമത്തേത് കുടുംബം, മൂന്നാമത്തേത് ആത്മീയം, നാലാമത്തേത് സാമ്പത്തികം, അഞ്ചാമത്തേത് സാമൂഹികം അല്ലെ? സാമൂഹികം. ആറാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ആരോഗ്യം. നമ്മുടെ മക്കൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഓടിക്കളിക്കും. പക്ഷേ ഈ ഓടിക്കളിക്കുന്ന കൊച്ച് കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യല? ഓടിക്കളിക്കില്ല. അവൻ എക്സസൈസ് എന്ന് പറയുന്നതിനെ വളരെ മടുപ്പോടുകൂടി കാണും. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇവിടെ 50 വയസ്സിന് മുകളിലുള്ള കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നതായിട്ട് എനിക്ക് കാണാം. നിങ്ങൾക്ക് പ്രായം പറയുന്നതിന് മടിയില്ലെങ്കിൽ ഈ 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ നിങ്ങളിൽ എത്ര പേര് എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം
നടപ്പ് ഉൾപ്പെടെയുള്ള എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നൊന്ന് കൈയുയർത്തി കാണിക്കാവോ? 1 2 3 4 5 6 7 8 9 10 12 പേര്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു എത്ര പേരുണ്ടാവും ഈ പള്ളിയിൽ ഇരിക്കുന്നത്? ഏകദേശം എത്ര ആൾക്കാരുണ്ടാവും? ഏകദേശം സീറ്റിംഗ് കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? ഏകദേശം ഒരു 600-700ഓളം പേരുണ്ടാവും, ഇല്ലേ? ശരിയല്ലേ? അത്രയും ആൾക്കാരുണ്ടെന്ന് കരുതുക. അതിൽ 12 പേരാണ് എക്സസൈസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ കുറെ ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവും. ഈ ഡോക്ടേഴ്സൊക്കെ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരും, എക്സസൈസ് ഇല്ല എങ്കിൽ മരുന്ന് കുടിച്ച് നമ്മൾ മടുക്കും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പേരപ്പൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മോനെ, ഭക്ഷണത്തെക്കാളും കൂടുതലാണ് മെഡിസിൻ്റെ അളവ്. ഭക്ഷണത്തെക്കാളും കൂടുതലാണ് മെഡിസിൻ്റെ അളവ്. അതുപോലെ ഗുളികകൾ കഴിച്ചോണ്ടിരിക്കുക. നമ്മളെന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, സാറേ, ഞാൻ വീട്ടിൽ രാവിലെ ഇഷ്ടം പോലെ പണിയെടുക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്ന പണി കണ്ടു കഴിഞ്ഞാൽ സാറ് പോലും അത് ചെയ്യില്ല. ഒരമ്മച്ചി എന്നോട് പറഞ്ഞതാ, എനിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മച്ചി, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈക്കൊക്കെ വേദന ഉണ്ടോ? ഒരു രക്ഷയില്ല. നടുവിന് വേദനയുണ്ടോ? ഒരു രക്ഷയില്ല. കഴുത്തിന് വേദനയുണ്ടോ? ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യേ, എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ അകത്ത് പൊണ്ണത്തടി കുറയ്ക്കാവെന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയ്ക്കകത്ത് ഞാനൊരു എക്സസൈസ് കാണിച്ചു തരുന്നുണ്ട്, അത് ചെയ്യുക. അപ്പൊ അമ്മച്ചി ചോദിച്ചു, എനിക്ക് പൊണ്ണത്തടി ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പൊണ്ണത്തടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എക്സസൈസ് ഒന്ന് തന്നെയാണ്, ഇതൊന്ന് ചെയ്യുക എന്ന് പറഞ്ഞു. ഏതായാലും അമ്മച്ചി കുറേ ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോനെ, ഇപ്പൊ കൈക്ക് വേദനയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചി, ഈ കൈ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട്. ഈ ജോയിന്റുകൾക്ക് മൂന്നിനും മൂവ്മെന്റ് വരണമെങ്കിൽ ഇങ്ങനെ ആദ്യം ഒന്ന് കാണിക്കണം, പിന്നെ ഇങ്ങനെ ഒന്ന് കാണിക്കണം, പിന്നെ ഇങ്ങനെ ഒന്ന് കാണിക്കണം. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് കറിക്കരിയുന്ന സമയത്ത് ഇങ്ങനെ മാത്രമേ മൂവ് ആവുള്ളൂ. ഈ ഒരു ഏരിയ ഇങ്ങനെ മാത്രമേ മൂവ് ആവുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒന്ന് കറക്കിക്കേ, ഈ മുട്ടുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തേ. അപ്പൊ അമ്മച്ചി, ശരിയാ, കൊള്ളാം, അതാണ് അമ്മച്ചി ഇപ്പൊ ചെയ്യുന്നത്, അതുകൊണ്ട് അമ്മച്ചിയുടെ പ്രശ്നം മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ പറമ്പിൽ പണിയെടുക്കുന്ന ജോലി എക്സസൈസ് ആയിട്ട് മാറില്ല. അടുക്കളയിൽ പണിയുന്ന പണി എക്സസൈസ് ആയിട്ട് മാറില്ല. എക്സസൈസ് ആവണമെങ്കിൽ അതിനൊരു സിസ്റ്റം ഉണ്ട്. എല്ലാ ജോയിൻസും മൂവ് ആവണം. എവിടെ മുതല്? കാലിന്റെ തള്ളവിരൽ ഉൾപ്പെടെ, വിരലുകൾ ഉൾപ്പെടെ, കാൽപാദ ഉൾപ്പെടെ, മുട്ടുൾപ്പെടെ, അരക്കെട്ടുൾപ്പെടെ എല്ലാ ജോയിൻസും എന്ത് ചെയ്യണം? മൂവ് ചെയ്യപ്പെടണം. എങ്കിലേ അത് എക്സസൈസ് ആവുള്ളൂ. ഈ എക്സസൈസ് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര് തരാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾക്ക് ചെറുപ്പകാലം മുതൽ എക്സസൈസ് ചെയ്യുവാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ നിങ്ങളൊരു റോൾ മോഡലാ. അതുണ്ടാവുന്നത് എങ്ങനെയാ? എൻ്റെ അപ്പൻ എക്സസൈസ് ചെയ്യുന്നു, ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നയാളാ, അങ്ങനെ കണ്ടാൽ തോന്നിയാലെന്നേ ഉള്ളൂ. ഞാൻ ജിമ്മിൽ പോകുന്ന സമയത്ത് ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഇവൻ വീട്ടിലുണ്ടെങ്കിൽ അപ്പം ഞാനും കൂടെ വരുവാന്ന് പറയും. ഞാൻ ബേസിക്കലി ശനിയാഴ്ച ദിവസങ്ങളിലും പറ്റുമെങ്കിൽ ഞായറാഴ്ച ദിവസവും ഉറപ്പായിട്ടും ജിമ്മിൽ പോകാൻ വേണ്ടി ശ്രമിക്കും. കാരണം അവൻ വീട്ടിലുള്ള ദിവസമാണ്. വേറൊന്നുകൊണ്ടല്ല, ഞാൻ ജിമ്മിൽ പോകുമ്പോൾ അവന് എന്താണ് ഒരു പ്രചോദനമായിട്ട് മാറുന്നു. ഞാൻ കൊണ്ടുപോകും. അവിടെ ഒരുപാട് ചെയ്യിപ്പിക്കാനല്ല, അവനാകെ 10 വയസ്സേ ഉള്ളൂ. അവനെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത്രയും ചെറുതായതുകൊണ്ട് ഒരുപാട് വെയിറ്റ് ഒന്നും ഞാൻ എടുപ്പിക്കില്ല. വളരെ ചെറിയ തോതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുള്ളൂ. പക്ഷേ അത് നമ്മൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാമോ? വ്യക്തിപരം, ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച്. വ്യക്തിപരം, കേട്ടില്ല, കുടുംബം, ആത്മീയം, സാമ്പത്തികം, സാമൂഹികം, ആരോഗ്യം. ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട്? 2 എണ്ണം ബാക്കിയുണ്ട്. 7ാമത്തേത് ഇന്റലക്ച്വൽ ലെവൽ. ഇന്റലക്ച്വൽ, ബുദ്ധിപരമായിട്ടുള്ള ഒരു കൊടുക്കല്, ബുദ്ധിപരമായിട്ടുള്ളത് ഒരു റോൾ മോഡൽ ആയിരിക്കണം. ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരും അപ്പച്ചന്മാരും എൻ്റെ പ്രിയ സുഹൃത്തുക്കളുമൊക്കെ വായന എന്ന് പറയുന്നത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ശീലിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുട്ടികളും വായിക്കാൻ തുടങ്ങും. ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ, അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് അത് കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കും ഇതുപോലുള്ള കാര്യങ്ങൾ നേടണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. നല്ലൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിപരമായിട്ട് കൊടുക്കുന്നതിന് ഞാൻ എന്നും പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ ഒരു 50 പുസ്തകങ്ങളുടെ ഒരു ചെറിയ അലമാര ഉണ്ടാവണമെന്നാണ്. 50 പുസ്തകങ്ങളുടെ ഒരു ചെറിയ അലമാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന ചെറിയൊരു അലമാര. ആ അലമാരയ്ക്കകത്ത് നിങ്ങൾ വായിച്ചാലും ഇല്ലെങ്കിലും എന്തുണ്ടാവണം? 50 പുസ്തകങ്ങൾ ഉണ്ടാവണം. എന്നിട്ട് ആ പുസ്തകങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടാ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചേക്കണം കേട്ടോ എന്ന് പറയുക. അതല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പറയുക, എടാ ഇന്ന പുസ്തകത്തിൻ്റെ അകത്ത് എനിക്ക് ഉപകരിക്കുന്നൊരു സാധനമുണ്ട്, നീ ഒന്ന് തപ്പിയെടുത്ത് തരാമോ എന്ന് ചോദിക്കുക. അങ്ങനെ പിള്ളേരിൽ വായനാശീലം കുറേശ്ശെ വളരും. പിന്നെ ദയവായിട്ട് രാവിലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മലയാളം ന്യൂസ് പേപ്പർ വായിപ്പിക്കരുത്, മറിച്ച് ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിപ്പിക്കുക. വേറൊന്നുമുണ്ടല്ല, മലയാളം ന്യൂസ് പേപ്പർ വായിച്ചാൽ വേറൊന്നുമില്ല, വൈകുന്നേരം വായിച്ചു ഒരു ഉച്ച സമയമൊക്കെ കഴിഞ്ഞ് വായിച്ചോട്ടെ, കുഴപ്പമില്ല, നല്ലതാണ്. രാവിലെ മലയാളം ന്യൂസ് പേപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അട്ടർ നെഗറ്റീവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏതെങ്കിലും ഒരു ശരീരഭാഗം കാണിക്കാനോ, അതല്ലെങ്കിൽ ശരീരഭാഗം എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്നവരുടെ ശരീരഭാഗം കാണിക്കാനോ പൊട്ടിക്കരയുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു പിക്ചറായിരിക്കും സാധാരണ രീതിയിൽ എല്ലാ ന്യൂസ് പേപ്പറുകളിലും വരിക. എല്ലാ മലയാളം ന്യൂസ് പേപ്പറും ഒന്നിനെയും ഞാൻ പ്രത്യേകമായിട്ട് പറയല്ല, അത് എല്ലാത്തിൻ്റെ അകത്തുമുള്ളൊരു ട്രഡീഷണൽ രീതി അതാണ്. അതുകൊണ്ടാണ് APJ ജപ്പാനിൽ പോയി കഴിഞ്ഞപ്പോഴത്തെ കഥ പറയുന്നത്. അന്ന് അവിടെ ബോംബ് സ്ഫോടനം നടന്നു, പക്ഷേ ബോംബ് സ്ഫോടനത്തിൻ്റെ വാർത്ത ഒരു ചെറിയൊരു ന്യൂസായിട്ട് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവിടെ സ്പോർട്സിൽ അംഗീകാരം ലഭിച്ചവരെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചുമാണെന്ന് എനിക്ക് തോന്നുന്നു. ജപ്പാനാന്ന് തോന്നുന്നു അല്ലേ? ഞാൻ തെറ്റാണെങ്കിൽ എന്നോട് തിരുത്തി പറയുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സാരാംശം. സാധാരണ രീതിയിൽ പല സ്ഥലങ്ങളിലും നെഗറ്റീവ് ന്യൂസുകൾ കൊടുക്കാൻ ഗവൺമെൻറ് തന്നെ അനുവദിക്കില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ, മനുഷ്യൻ്റെ മനസ്സിലേക്ക് നെഗറ്റീവായിട്ടുള്ള ന്യൂസ് അടിച്ചേൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? ന്യൂസ് പേപ്പറാണ്. എന്നാലും നിങ്ങൾക്ക് ധാരാളമായിട്ടുള്ള ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് കിട്ടും, വീട്ടിൽ വരുത്തുക, ഒരെണ്ണം വരുത്തുക, അത് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ബുക്ക്, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ്, പറ്റുമെങ്കിൽ കുട്ടികളെ മൊബൈലിൽ നിന്ന് വിജ്ഞാനം ശേഖരിക്കുന്നത് ഒന്ന് കുറച്ച് നിരുത്സാഹപ്പെടുത്തുക. വേറൊന്നുകൊണ്ടുമല്ല, അതൊരു ചെറിയൊരു സാധനമാണല്ലോ, അതിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി കൊടുക്കണ്ട. എന്നാൽ ലാപ്ടോപ്പ് മേടിച്ച് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ സമയം അല്ലെങ്കിൽ 1 മണിക്കൂർ സമയമോ അതിൻ്റെ അകത്തുനിന്ന് വിജ്ഞാനം ശേഖരിക്കാനുള്ള ഒരു അവസ്ഥ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്ററാണ്. ഈ മൊബൈൽ എന്ന് പറയുന്ന ചെറിയ സാധനമായതിൻ്റെ പേരിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി 8ാമത്തെ ഏരിയ, 7 വരെയായി 8ാമത്തെ ഏരിയ എന്ന് പറയുന്നത് സുഹൃത്ത് വലയം എന്ന് പറയുന്ന ഏരിയയാണ്. സുഹൃത്ത് വലയം. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ മക്കൾക്ക് കുറേ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണം. നിങ്ങൾ നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കി റോൾ മോഡലായിട്ട് മാറണം. ഞാൻ പലപ്പോഴും കണ്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കുടുംബത്തിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കട്ട് ഓഫ് ചെയ്യുന്ന ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, ലേഡീസിനെ കണ്ടിട്ടുണ്ട്. അവർ കുറച്ചു കാലം കഴിയുമ്പോൾ മക്കൾ വലുതാകും, കെട്ടിയോൻ്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞ് ജോലിയുമായിട്ട് പോകും. ആ സമയത്ത് ഡിപ്രഷൻ അടിച്ച് വേറെ ഒരു ലെവലിലേക്ക് ഇരിക്കുന്ന ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ അറിയാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല സുഹൃത്തുക്കളില്ല എന്നുള്ളതാണ്. ഇനി വീണ്ടും ഞാൻ പറയുന്നു, നമ്മുടെ കുട്ടികൾക്ക് നല്ല സുഹൃത്തുക്കൾ വേണം. ഇവിടെ ആരെങ്കിലും ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ, JCI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചായിരുന്നു, അതിലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എൻ്റെ വൈഫിനെ അറിയാം, ആ ഉള്ളവർക്കറിയാം. എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയം മുതൽ JCI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പുള്ളിക്കാരത്തിൽ പോകും. അപ്പോൾ കൊച്ചുണ്ടായി ചെറിയ കൊച്ചായിരിക്കുന്ന സമയത്തും പോകും, ഈ കൊച്ചിനെയും കൊണ്ട് പോകും. അപ്പോൾ JCIയിൽ കുറേ അധികം ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും ഇവൻ്റെ ഫ്രണ്ട്സാണ്, ഈ കുഞ്ഞിൻ്റെ ഫ്രണ്ട്സാണ്. അവർക്ക് അവൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, ഞങ്ങൾ ഏറ്റവും വലിയ സമ്പത്ത് ഞങ്ങളുടെ മോന് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പറ്റം നല്ല സുഹൃത്തുക്കളെ ക്രിയേറ്റ് ചെയ്തിട്ട്, സൃഷ്ടിച്ചിട്ട് അവനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്തിനാ പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്? അവനേതാവശ്യം വന്നാലും ഈ ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും, ഏത് മുക്കിലും മൂലയിലുമാണെങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അവന് വിളിച്ചാൽ കിട്ടുന്ന, ഞങ്ങളുടെ പേര് പറഞ്ഞാൽ ഓർത്തിരിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ആർക്കുണ്ട്? അവനുണ്ട്. അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഈ പറഞ്ഞ 8 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 8 കാര്യങ്ങൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരാണ്? ഒരു റോൾ മോഡലാണ്. ഇനി ഇതിലേതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സാരമില്ല, കുഴപ്പമില്ല, ഇനിയെങ്കിലും ഏതെങ്കിലും ഒക്കെ സമയത്ത് കൊടുത്താൽ മതി. ഈ റോൾ മോഡലുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ കൂടി വളരെ ക്വിക്കായിട്ട് എനിക്കൊന്ന് പറയാൻ ആഗ്രഹമുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, ദയവായിട്ട് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ബഹളം ഉണ്ടാക്കാൻ പാടില്ല. ദയവായിട്ട് ബഹളം ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ ബഹളമുണ്ടാക്കാൻ അത്രയ്ക്ക് മുട്ടിയിരിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യുക? പിള്ളേര് വീട്ടിലില്ലാത്ത സമയത്ത് ഒരു റൂമിലേക്ക് കയറുക, എന്നിട്ട് അടിച്ച് ഷേപ്പ് മാറ്റി വേറെ ലെവലിലേക്ക് ആയിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ പിള്ളേര് കേൾക്കാൻ പാടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
നിങ്ങളുടെ വീട്, കതക്, ഇത് ഒക്കെ നല്ല എന്താണ് ഒച്ച പുറത്തു പോകാത്ത രീതിയിലൊന്ന് റെഡിയാക്കുക. അല്ലെങ്കിൽ നാട്ടുകാർ കേട്ട് തുടങ്ങും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അലമ്പ് നാട്ടുകാർ കേട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയും അവിടെ എന്നും പ്രശ്നമാണ്, എന്നും ബഹളമാണ്. അതും കൂടി പറയിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഈ മക്കൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്ക് പ്രശ്നമുണ്ടാകുന്ന രീതിയിലുള്ള ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒഴിവാക്കി റോൾ മോഡലായിട്ട് മാറുക. പിന്നെ ഞാൻ പറഞ്ഞ 8 കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കൂട്ടിച്ചേർക്കാനുള്ളത് ആരോഗ്യത്തിൻ്റെ കൂടെ ഞാൻ പറയാതെ ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് വെച്ചൊരു കാര്യമാണ്. ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അല്ലേ. മാനസിക ആരോഗ്യം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. എൻ്റെ PhD സൈക്കോളജിയിലായതുകൊണ്ട് മാനസിക ആരോഗ്യത്തെക്കുറിച്ച് പറയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് തരും. സാധാരണ രീതിയിൽ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ആർക്ക് വേണമെങ്കിലും വരാം. എന്താണ് ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളെന്ന് അറിയാമല്ലോ. ഒരുപക്ഷെ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ അറിയാം. വലുതായിട്ട് സ്ട്രെസ് കൂടുമ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, സ്ട്രെസ്സിൻ്റെ ബാപ്പയാണ് ആര്, ഡിപ്രഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ 22ഓളം ലക്ഷണങ്ങളുണ്ട്. അതിൽ ചില ലക്ഷണങ്ങൾ ഞാൻ പറയാം, വളരെ പെട്ടെന്ന് പറയാം. ഒന്നെന്ന് പറയുന്നത് തലമുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ ഇരുന്ന ആൾക്കാർ പറയുന്നുണ്ട്, ശരിയാ എൻ്റെ തലമുടി മൊത്തം കൊഴിയുന്നുണ്ട്, പേടിക്കണ്ട, ചിലപ്പം അത് താരൻ കൊണ്ടാവും. പക്ഷേ ഡിപ്രഷൻ്റെ ലക്ഷണമായിട്ട് ഏത് വരും, താരൻ ഉണ്ടാവാം. മൂന്നാമത്തേത് സാഡ്നെസ് വളരെ കൂടുതലായിരിക്കും, വല്ലാത്ത സങ്കടം ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒരു വല്ലാത്ത ദുഃഖം, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഒരു സങ്കടം, ഇതൊക്കെ ഉണ്ടാവാം. നെഞ്ചിലൊരു വല്ലാത്ത വേദന, അത് ഹാർട്ട് അറ്റാക്കിൻ്റെ അല്ല, ഒരു ഹെവിനെസ്, അങ്ങനെ ഒരു വേദന. മറ്റൊന്ന് കോൺസെൻട്രേഷൻ വളരെയധികം കുറയുന്നു, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും ഉപ്പിന് പകരം മഞ്ഞളെടുത്തിടുന്നു, മഞ്ഞളിന് പകരം മുളക് പൊടി എടുത്തിടുന്നു. അങ്ങനെ ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി എവിടെയെങ്കിലും പോയി മുട്ടാൻ തുടങ്ങുന്നു, വണ്ടി കയറി റോഡിൻ്റെ നടുവിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. മറ്റൊന്ന് ഉറക്കക്കുറവ് ചിലർക്ക് കൂടുതൽ. ചിലർ പോത്ത് കിടന്ന് ഉറങ്ങുന്ന പോലെ ഉറങ്ങും. നിങ്ങളാരും പറയരുത് പോത്ത് ഒരുപാട് ഉറങ്ങാറില്ല എന്ന് പറയരുത്, വെറുതെ ഒന്ന് പറഞ്ഞു പോയതാ. അങ്ങനെ കിടന്ന് ഉറങ്ങും, ഒരു രക്ഷയില്ലാതെ ഉറങ്ങും. ചിലർ ഒട്ടുമേ ഉറങ്ങില്ല. ഈ സ്ലീപ്പ് ഡിസോർഡർ, ഉറക്കം നന്നാവാതെ വരുന്ന അവസ്ഥ. ചിലർ കുറേ സമയം ഉറങ്ങിയിട്ട് മിഡ് നൈറ്റിൽ എണീക്കും, പിന്നെ ഉറങ്ങാനേ പറ്റില്ല. ചിലർ ഇടയ്ക്കിടയ്ക്ക് എണീക്കും, ചിലർ ഉറങ്ങുകയേ ഇല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉറക്കക്കുറവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചിലർ വല്ലാതെ കിടന്ന് ഉറങ്ങും, എപ്പോഴും ക്ഷീണമായിരിക്കും, ഉറങ്ങണം എന്നുള്ള ചിന്തയായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. മറ്റൊന്ന് ഭക്ഷണത്തോടുള്ള വിരക്തി, ഇഷ്ടമില്ലായ്മ. ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ രുചിയില്ല, ചില ഭക്ഷണം മാത്രം കഴിക്കുക. ചില പിള്ളേർ പൊറോട്ടയും ബീഫും മേടിച്ചു കൊടുത്താൽ ഇഷ്ടം പോലെ തിന്നോളൂ, അതല്ല, അത് പ്രശ്നമാണ്. എന്നാൽ വേറെ ഒരു ഭക്ഷണവും കഴിക്കില്ല, അവിടെ പ്രശ്നമാണ്. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുന്നു എന്ന് കരുതി അവൻ ഹെൽത്തി ആയിട്ടാണ് കഴിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമാണ് താനും. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. വീട്ടിൽ പച്ചക്കറിയും നോൺ വെജും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സമ്മിളിതമായിട്ട് ഒരുമിച്ചുള്ള ഒരു ഭക്ഷണ രീതി പാലിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളും. അങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങളുടെയൊക്കെ മുഖം കണ്ടാൽ അറിയാം, നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാരാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, കല്യാണം കഴിച്ചവർക്ക് സെക്സിനോട് ഭയങ്കര വെറുപ്പായിരിക്കും. ഡിപ്രഷൻ ഉണ്ടെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സാധാരണ രീതിയിൽ നിങ്ങൾക്കറിയാം, ചെറിയ അരിശോ എന്ന് പറയുന്നത് അങ്ങനെ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും, വല്ലാത്ത അരിശമായിരിക്കും, എന്ത് പറഞ്ഞാലും അരിശമായിരിക്കും. പിന്നെ ഇറിറ്റേഷൻ എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അതായത് ഒരാളെ കണ്ടു കഴിയുമ്പം വല്ലാത്ത അരിശമാണ്, ഒരു ഇറിറ്റേഷനാണ്, അങ്ങോട്ട് അടുത്ത് പോകാൻ തോന്നില്ല. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കൂടെ കരച്ചിലുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഈ മോങ്ങൽ കാരണം നമുക്ക് അരിശം വരും. എന്ത് പറഞ്ഞാലും മോങ്ങും, അങ്ങോട്ട് തിരിഞ്ഞാലും മോങ്ങും, കണ്ണുരുട്ടിയാലും മോങ്ങും, ചിരിച്ചു കാണിച്ചാലും മോങ്ങും, എന്താണെങ്കിലും മോങ്ങും. എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, നെഗറ്റീവ് തോട്ട്സ്. ചിലർക്ക് ഇങ്ങനൊരു തോന്നലുണ്ട്, ഈ മരമൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് നിന്റെ ശിഖരത്തിലേക്ക് വന്നാൽ കൊള്ളാവെന്ന് തോന്നുന്നുണ്ട്. ഏതെങ്കിലും പൊക്കമുള്ള ബിൽഡിംഗ് കണ്ടു കഴിഞ്ഞാൽ താഴേക്ക് ഞാനും കൂടി താഴേക്ക് വന്നോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി എന്താകാൻ സാധ്യത, മിക്കവാറും ഡിപ്രഷൻ ആവാനാണ് സാധ്യത. ഡിപ്രഷൻ കൗൺസിലിംഗ് കൊണ്ടും ചില സമയങ്ങളിൽ മെഡിക്കേഷൻ കൊണ്ടും മരുന്ന് കൊണ്ടും പൂർണ്ണമായിട്ട് മാറും. എൻ്റെ PhD സബ്ജക്റ്റ് അതിലാണ്. ഹിപ്നോതെറാപ്പി എങ്ങനെയാണ് ഡിപ്രഷനെ ഇല്ലാതാക്കുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ PhD സബ്ജക്റ്റ്. അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പെന്ന് പറയുന്നതാണ്, ഡിപ്രഷൻ എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ അത് മാറും, ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ
ഇന്ന് സ്റ്റഡീസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാവുന്ന 70% വരുന്ന ഡിവോഴ്സ് കേസുകൾ, വിവാഹമോചനങ്ങളും ഡിപ്രഷൻ കൊണ്ടാണ്. നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ സംഭവം എന്നറിയുമോ? ചില പെണ്ണുങ്ങൾ വന്നിട്ട്, ഞങ്ങൾ കൗൺസിലേഴ്സ് ആണല്ലോ, ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറയും, എനിക്ക് അയാളുടെ കൂടെ ജീവിക്കേണ്ട, എങ്ങനെയെങ്കിലും വിവാഹമോചനം വേണം. സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യം, എനിക്ക് എങ്ങനെയെങ്കിലും വിവാഹമോചനം വേണം. അപ്പൊ ഞാൻ ചോദിക്കും, എന്താ കാര്യം? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സാറേ. അയാൾ അടിക്കാറുണ്ട്? അടിക്കാറൊന്നുമില്ല. അയാൾ ബഹളം ഉണ്ടാക്കാറുണ്ട്? ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്തോ എനിക്ക് താമസിക്കാൻ പറ്റുന്നില്ല. നോക്കുമ്പം ഈ 22 ലക്ഷങ്ങളും ഉണ്ടാവും. ഒരു കൊച്ചു ജനിച്ചതിന് ശേഷമാണ് ഇതുണ്ടായത്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. അന്ന് ഈ പ്രശ്നം ഉണ്ടായിരുന്നോ? അന്ന് പോലെ തുടങ്ങിയതാ സാറേ. എന്തുകൊണ്ട് അത് ഡീല് ചെയ്തില്ല? നമ്മുടെ വിവരക്കേട് കൊണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളെക്കുറിച്ചല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, നമ്മളെന്ന് പറയുമ്പോൾ ഞാനും ഉൾപ്പെടെയാ, നമ്മുടെ വിവരക്കേട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല? അത് ശ്രദ്ധിച്ചില്ല. അതിന്റെ പേരിൽ ഈ പാവപ്പെട്ട സ്ത്രീയെ എത്ര കാലം അനുഭവിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സ്ത്രീയെ കരയുന്ന സമയത്ത് നമ്മളെന്ത് പറഞ്ഞു? അവക്ക് വട്ട. ഈ സ്ത്രീ കരയുന്ന സമയത്ത് വീണ്ടും നമ്മൾ പറഞ്ഞു, എന്തൊരു കോലമായി, എന്ത് പറഞ്ഞാലും കരച്ചില്. എന്നിട്ട് ഈ സ്ത്രീക്ക് നിൽക്കക്കള്ളി ഇല്ലാതെ ആവുന്ന സമയത്ത് ഈ സ്ത്രീ പറയും, എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കണ്ട, എനിക്ക് ഇയാളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഇനിയും വട്ടുപിടിക്കും. പക്ഷെ ആക്ച്വലി ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോവുകയോ ഒരു കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോവുകയോ ഒരു ശകലം മെഡിസിൻ ഒന്ന് കഴിക്കുകയോ ചെയ്താൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഈ മെഡിസിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഇപ്പോഴും ഒരുപാട് പേർക്ക് ധാരണയുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഏത് മെഡിസിൻ കഴിച്ചാലും ഏത് ഭക്ഷണം കഴിച്ചാലും അതിൻ്റെ അകത്ത് എന്തുണ്ട്? കുറച്ച് വിഷമൊക്കെ ഉണ്ട്. ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും, കുറച്ച് വിഷമുണ്ട്. ആ വിഷം ശരീരത്തിന് നല്ലതാ, പേടിക്കണ്ട. ചെറിയ അളവിൽ ശരീരത്തിലേക്ക് വിഷം ചെന്നു എന്ന് കരുതി ഒരു വ്യക്തി പോലും മരിച്ചു പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എത്രയോ അമ്മച്ചിമാര് പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ട്, ഡയബറ്റിക്സിന് മരുന്ന് കഴിക്കുന്നുണ്ട്, എന്തെല്ലാം കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾക്ക്, നടുവിന് വേദനയ്ക്ക് കഴിക്കുന്നുണ്ട്, സ്ട്രോക്ക് ഉണ്ടാവാതിരിക്കാൻ കഴിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാം തട്ടിപ്പോണ്ടേ? പോവില്ല, ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഏത് മരുന്ന് കഴിക്കണമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. നാച്ചുറോപ്പതി വേണോ, അലോപ്പതി വേണോ, ഹോമിയോ വേണോ, ആയുർവേദം വേണോ, യുനാനി വേണോ? അതൊക്കെ നിങ്ങളുടെ ചിന്ത. എല്ലാത്തിനും ഉപകാരമുണ്ട്, എല്ലാ മെഡിസിനും ഉപകാരമുണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. പക്ഷേ മാനസികമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? കാണേണ്ടവരെ കാണുക. കണ്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഒരു മുള്ള് ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവും, എനിക്കറിയില്ല, പിള്ളേർ സെറ്റ് അത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ അപ്പൻ ചെയ്യുന്ന കണ്ട് അത് ചെയ്തിട്ടുണ്ട്. ഒരു മുള്ള് ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ നാരകത്തിന്റെ മുള്ളില്ലേ, അതുകൊണ്ട് എടുക്കും. അറിയോ? അത് അറിയാവുന്ന കൈ കാണിച്ചേ. നാരകത്തെ, എല്ലാവർക്കും തന്നെ അറിയാം, വെരി ഗുഡ്. നാരകത്തിന്റെ മുള്ളു കൊണ്ട് അതിങ്ങനെ എടുത്തു കളയും. അതവിടെ ഇരുന്ന് പഴുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് തന്നെ കീറാൻ പറ്റിയല്ല. അത് പിന്നെ എന്ത് ചെയ്യും? ചിലർ കീറുന്നവരുണ്ടായിരിക്കാം. അത് ഹോസ്പിറ്റലിൽ പോകണം. പഴുത്തിട്ട് ഇത് അങ്ങോട്ട് അങ്ങോട്ട് വലുതായി കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലിൽ പോവുകയും പ്രശ്നങ്ങളായി തീരുകയും ചെയ്യും. നമ്മൾ അതിലാ പറയുന്നത്, മുള്ളുകൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട അവസ്ഥ. ഇത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ ഒരു കൗൺസിലിംഗ് കൊണ്ട് ഒന്ന് എക്സസൈസ് ചെയ്തിട്ട് പോകുന്ന പ്രശ്നം അത് വല്ലാതാക്കി കളഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തെ മുഴുവൻ അത് ബാധിക്കും. കുടുംബത്തിന്റെ സമാധാനത്തെ അത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. സമാധാനം കൂട്ടുവല്ല ചെയ്യുന്നത്, സമാധാനം കുറയ്ക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ അത് കുട്ടികൾക്കായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോട്ടെ ആർക്കാണോ ഉണ്ടാവുന്നത്, അതുണ്ടാകുന്ന സമയത്ത് അതിന് എന്ത് ചെയ്യണം? ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ വേണ്ടപ്പെട്ടവരെ കാണേണ്ടതാണ്. അല്ലെങ്കിൽ അത് പ്രശ്നമായിട്ട് മാറും. സ്വയം ചികിത്സ എന്ന് പറയുന്നത് എപ്പോഴും ആപത്താണ്. പക്ഷേ സ്വയം ചികിത്സിക്കാവുന്ന ചില ഏരിയാസ് ഉണ്ട്. പനി വന്നാൽ ഒരു പാരസെറ്റമോൾ കഴിക്കാം. നല്ല പനിയാണെങ്കിൽ ഒരു ടവൽ കൊണ്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ടവൽ ബാത്ത് എടുക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതും കൂടി ഒന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 8 ഏരിയാസ്, ഈ 8 ഏരിയാസിലും നമുക്ക് റോൾ മോഡൽ ആവാൻ ആർക്ക് പറ്റണം? അപ്പനും പറ്റണം, അമ്മയ്ക്കും പറ്റണം. ഇനി വളരെ സാവധാനം ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാൻ പോവാണ്. വല്യപ്പൻ വല്യമ്മ എന്ന് പറയുന്ന 2 പേര് സാധാരണ രീതിയിൽ നമ്മുടെ വീടുകളിൽ ഇവിടെ തന്നെയുണ്ട്. വല്യപ്പന്മാരും വല്യപ്പച്ചന്മാരും വല്യമ്മമാരും ഇവിടെയുണ്ട്. ഈ വല്യപ്പനും വല്യമ്മയും തമ്മിൽ ഒരു ക്ലാഷ് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത് ചുരുക്കുക. വല്യപ്പനും വല്യമ്മയും തമ്മിൽ ക്ലാഷ് ഉണ്ടാകുന്നത് ചുരുക്കുക. പക്ഷേ
വല്യപ്പനും വല്യമ്മയും അവരൊറ്റക്കെട്ടായിട്ട് മക്കളും ആയിട്ട് ചെറിയ ചെറിയ ക്ലാഷുകളൊക്കെ ഉണ്ടാക്കുന്നത് പലയിടത്തും സർവ്വസാധാരണ. കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ആട്ടോ, ഒന്നും വിചാരിക്കരുത്. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ചു കാലമാകുന്നു, ഗുഡ്നസ് TV എന്ന് പറഞ്ഞൊരു TV നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഗുഡ്നസ് TV കേട്ടിട്ടുണ്ടല്ലോ, ഗുഡ്നസ് TV കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് പരിവർത്തനം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാനായിരുന്നു ആ പ്രോഗ്രാമിൽ. ഒരു 140ഓളം എപ്പിസോഡുകൾ ആ പ്രോഗ്രാമിൽ നടന്നിട്ടുണ്ട്. പരിവർത്തനം ഗുഡ്നസ് TV എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എപ്പിസോഡുകൾ കാണാം. ഇപ്പോൾ നിന്നുപോയി, അതിൻ്റെ പ്രൊഡ്യൂസർ മരിച്ചുപോയതിൻ്റെ പേരിൽ അത് സ്റ്റോപ്പ് ആക്കേണ്ടി വന്നു. ആ പ്രോഗ്രാമിൽ ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു സ്ത്രീയെ കൊണ്ടുപോയി. അവരുടെ വീട്ടുപേര് ബേസിക്കലി മണ്ഡപത്തിൽ എന്ന് പറയും. ഒരു സ്വർണ്ണക്കട നടത്തുന്നൊരു ലേഡിയാണ്. അപ്പം ഇവരെ ഗ്രേസി ചേച്ചിയെ ഞാൻ എന്ത് ചെയ്തു, ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. നല്ല ഒരു അമ്മായിമ്മ എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോയത്. നല്ലൊരു അമ്മായിമ്മ എന്നുള്ള രീതിയിൽ ഞാൻ അത്ഭുതപ്പെട്ടു. അവരുടെ ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ അത് നോക്കിക്കാണുന്ന സമയത്ത്, അയൽവക്കത്തുള്ള സ്ത്രീയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് അസൂയ തോന്നാറുണ്ട്. അത് വേറൊന്നുകൊണ്ടുമല്ല, സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. അവിടെ കെട്ടി വന്നിരിക്കുന്ന പെൺകൊച്ചിനെ സ്വന്തം മോളായിട്ട് കാണണമെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇവരങ്ങനെ തന്നെയാണ് കാണുന്നത്, സ്വന്തം മോളായിട്ടാണ് കാണുന്നത്. പൂർണ്ണമായിട്ടും സ്വന്തം മോളായിട്ട് ആരെ കാണുന്നു? കെട്ടി വന്ന കൊച്ചിനെ കാണുന്നു. ഇവരൊരുമിച്ച് യാത്രയ്ക്ക് പോകുന്നു, ഇവരൊരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. തൊട്ട അയൽവക്കമായ കൊണ്ട് എന്തെങ്കിലും ഉടക്കുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ അവർക്കില്ല. ഈ അമ്മ എന്തെങ്കിലും പറയുന്ന സമയത്ത് ഈ മോള് വളരെ മിടുക്കിയായിട്ട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ചോദ്യം ചെയ്യേണ്ടതാണെങ്കിൽ ചോദ്യം ചെയ്യും. അമ്മ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചില പ്രശ്നമില്ലേ എന്ന് ചോദിക്കും. അത് ചോദ്യം ചെയ്യത്തല്ല, പറയേണ്ട കാര്യം പറയേണ്ടതുപോലെ പറയും. അവർ തമ്മിൽ എന്തില്ല? ഒരു ക്ലാഷ് ഇല്ല. അവിടുത്തെ ചേട്ടനും ഈ മോളുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ മകനുമായിട്ടോ ഒരു ക്ലാഷ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വല്യപ്പനും വല്യമ്മയും മകനും മകളും അവരുടെ കൊച്ചുമക്കളും, 2 പിള്ളേരാ ഉള്ളത്, ആൺകുട്ടികൾ. ഈ 2 പിള്ളേര് അവിടെ താമസിക്കുന്നത്, അവർക്ക് വേറെ മക്കളുണ്ട്, അവർ ഇവിടെ ഇല്ല, വിദേശത്തൊക്കെയാണ്. ആ കൊച്ചുമക്കളും ഈ വല്യപ്പനും വല്യമ്മയും തമ്മിൽ എന്നാ സൗഹൃദമാണ്. എടാ ഒരു ചായ ഇടാന്ന് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്തെ, എടാ ഒരു ചായ ഇടാന്ന് പറയും. അതിൽ കൊച്ചുമോൻ പോയിട്ട് എന്ത് ചെയ്യും? ചായ ഇടുന്നു, കൊണ്ടുവരുന്നു, കുടിക്കുന്നു. അടുക്കളപ്പണി ചെയ്യാൻ പിള്ളേർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയുള്ളൊരവസ്ഥ. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മുതിർന്ന മാതാപിതാക്കള്, അതോടൊപ്പം തന്നെ അവരുടെ മക്കള്, അവരുടെ കൊച്ചുമക്കളൊക്കെ ഇരിക്കുന്നൊരു വേദിയായി ഇത്. എല്ലാവരും ഇരിക്കുന്ന വേദിയായി ഇവിടെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ പരസ്പരം ഒരു സ്നേഹമില്ല എങ്കിൽ അതുണ്ടാക്കിയെടുക്കണം. ഞാൻ എന്നും എൻ്റെ മോനോട് പറയുന്നൊരു കാര്യമുണ്ട്. എടാ അമ്മ, എൻ്റെ അമ്മേനെ നീ ബഹുമാനിക്കണം. കാരണം ആ സ്ത്രീ കാരണമാണ് ഞാനുണ്ടായത്. ഇവൻ എന്നെ വലിയ ഇഷ്ടമാണ്, എൻ്റെ മോന് എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പനെന്നുള്ള രീതിയിലും ഒരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിലും അവൻ്റെ കൂടെ കളിക്കാൻ കൂടുന്ന ആളെന്നുള്ള രീതിയിലും അവന് വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്ന ആളെന്നുള്ള രീതിയിലൊക്കെ ഇവൻ എന്നെ ഇഷ്ടമാണ്. ഞങ്ങൾ കളിക്കാറുണ്ട്. അവനിപ്പം 10 വയസ്സല്ലേ ഉള്ളൂ. നന്നായിട്ട് കളിക്കും. അപ്പോൾ ഈ സമയത്ത് ഇവൻ എൻ്റെ അടുത്ത് സ്നേഹിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, നീ നിന്റെ വല്യമ്മയെ കൂടി എന്ത് ചെയ്യണം? സ്നേഹിക്കണം. കാരണം അവർ കാരണമാണ് എന്ത് ഞാനിവിടെ ഉള്ളത്. ചില സമയത്ത് അവൻ എൻ്റെ വല്യമ്മയുടെ അരിശുവാ, അവൻ്റെ വല്യമ്മയുടെ അരിശ, എൻ്റെ അമ്മയുടെ അരിശുവാ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് അമ്മ ഇവനെ നന്നായിട്ട് ചൊറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അരിശുവാ. പ്രത്യേകിച്ച് മൊബൈൽ എടുത്താൽ, എൻ്റെ അമ്മയുടെ മൊബൈൽ ഒരു ചെറിയ മൊബൈലാണ്. അത് ഇവൻ ആ പാമ്പ് ഗെയിം ഉണ്ടല്ലോ, പാമ്പിൻ്റെ ഗെയിം, അത് കളിക്കുന്നതിന് വേണ്ടി ഇവൻ എടുത്തോണ്ട് പോകുമ്പം അമ്മ എന്ത് ചെയ്യും? അത്യാവശ്യമൊക്കെ ആരോഗ്യമുണ്ട് എങ്കിലും, 83-85 വയസ്സുണ്ട് എങ്കിലും അമ്മയ്ക്ക് പറ്റാവുന്നതിൻ്റെ അപ്പുറത്ത് കയറിയിട്ട് അമ്മ എന്ത് ചെയ്യും? ആക്രോശിക്കും. എക്കടാ അവിടെ എന്ന് പറയും. ഈ ആക്രോശം കേട്ട് കഴിയുമ്പം ഇവന് വല്ലാത്ത അരിശ, കലിപ്പാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞത്, ഞാൻ എൻ്റെ അമ്മയോട് പറയാറുണ്ട്, അമ്മ ഇത്രയും ആക്രോശിക്കേണ്ട കാര്യമില്ല, ഇത്രയും കലിപ്പ് എൻ്റെ മോനോട് കാണിക്കേണ്ട കാര്യമില്ല. ആ ശരിയാണല്ലേ എന്നും പറഞ്ഞൊരു ചിരിക്കും. എന്നിട്ട് വീണ്ടും ഈ പറഞ്ഞത് മറക്കും, വീണ്ടും പോയി ഇവനോട് ആക്രോശിക്കും. അതുകൊണ്ട് ഇവര് തമ്മിലൊരു ക്ലാഷ് ഉണ്ട്. പക്ഷെ ഈ ക്ലാഷ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, എടാ എൻ്റെ അമ്മ കാരണമാണ് ഞാനുള്ളത്, ഞാൻ കാരണമാണ് നീ ഉള്ളത്. അതുകൊണ്ട് നീ ആരെ സ്നേഹിക്കണം? നിന്റെ വല്യമ്മയെ സ്നേഹിക്കണം. ഇത് ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്. പിന്നെ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, അമ്മ ഇത്രയും ഒച്ചയിടണ്ട, ഇത്രയും ബഹളം ഉണ്ടാക്കണ്ട, ഇത്രയും കിടന്ന് കൊച്ചുമോന്റെ അടുത്ത് കിടന്ന് കാറേണ്ട ആവശ്യമില്ല. അവൻ പഠിക്കട്ടെ. അമ്മയുടെ മൊബൈൽ പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ മൊബൈൽ മേടിച്ചു തരാവുന്നേ. അമ്മയുടെ മൊബൈൽ പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ മേടിച്ചു തരാം, പോരെ? പ്രശ്നം തീർന്നില്ലേ? സമ്മതിക്കല, എൻ്റെ മൊബൈല്.
ഈ ഒരു സംഭവം നിർബന്ധമായിട്ടും എന്താണ്, നിങ്ങളുടെ ആരുടെയെങ്കിലും സുഹൃത്തുക്കൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്കില്ല, ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും ആ പ്രശ്നമില്ല, എനിക്ക് 100% ഉറപ്പാണ്, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ആളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്കുണ്ടെങ്കിൽ അവരോട് ദയവായിട്ട് പറയുക, ഇത്രയും ഒച്ച ഇടണ്ട, ഇത്രയും ബഹളം ഉണ്ടാക്കണ്ട. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇടവകയിലെ പിള്ളേരൊക്കെ ഈ പള്ളിയിൽ ഓടിച്ചാടി നടക്കും, പിള്ളേരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് നടക്കും അല്ലേ. പള്ളിയിൽ എല്ലാ പള്ളികളിലും അങ്ങനെയല്ല, പിള്ളേർക്ക് ഭയങ്കര സ്ട്രിക്ട്നെസ്സും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ നമ്മുടെ ഇടവകളിലൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർ ഓടിച്ചാടി നടക്കുന്നു, ഹാപ്പി ആയിട്ട് നടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണാറുള്ളത്. വീട്ടിൽ പിള്ളേർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, വീട്ടിൽ പിള്ളേർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. ഈ കഴിഞ്ഞ ദിവസം ഒരു വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായി. കണ്ടു കഴിഞ്ഞപ്പം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു കൗൺസിലർക്ക് അങ്ങനെ ഫീലൊന്നും ഉണ്ടാവാൻ പാടില്ല. എങ്കിലും സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കൊച്ചുമക്കൾക്കും വല്യപ്പം വിഷം കൊടുത്തു, 2 പിള്ളേർക്കും കൊടുത്തു. സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. ഇവര് നേരത്തെ കിടന്നുറങ്ങും, ആ സമയത്ത് അടുവന്മാർ TV വെച്ച് കിടക്കുന്നത്. TV വെച്ച് സൗണ്ട് കൂട്ടി ആഘോഷമാണ്. പിന്നെ ഓക്കെ, അവസാനം ഈ വല്യപ്പനും വല്യമ്മയും കൂടെ പറഞ്ഞു മടുത്തു. അവസാനം തീരുമാനിച്ചു പനയുടെ കലക്കി കൊടുക്കാം. നഞ്ചിടുന്ന പരിപാടി പണ്ടുണ്ടായിരുന്നു. വേറെ വലിയ വിഷത്തെക്കുറിച്ചൊന്നും വലിയ ഇതില്ല, പിന്നെ എലിവിഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഏതായാലും പനയുടെ കുരു കലക്കിയിട്ട് നഞ്ചിടുന്ന സംഭവം ഇല്ലേ, നഞ്ചിടുന്ന സംഭവം അതുപോലെ കലക്കി കൊടുത്തു. ഗംഭീരമായി. ഇത് നിങ്ങൾ തൂറ്റോട് തൂറ്റ് ഹോസ്പിറ്റലിൽ ചെന്നു. ആരാണ് തന്നെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അപ്പച്ചനാ തന്നേ. ആലോചിച്ച് നോക്കിയേ എന്ത് കഷ്ടമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീടുകളിൽ ഒഴിവാക്കണം. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മക്കളെന്ന് പറയുന്ന ആൾക്കാർ, അതായത് ഞാൻ മകന്റെ സ്ഥാനത്ത്, എൻ്റെ അമ്മ വല്യമ്മയുടെ സ്ഥാനത്ത്, ഓക്കെ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, എൻ്റെ അമ്മയോട് ഞാൻ സ്നേഹം കൊടുക്കാറുണ്ടോ, കാണിക്കാറുണ്ടോ? ഇത് വല്ലാത്തൊരു ചോദ്യം അല്ലേ. ഇവിടെ ഇരിക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള, ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരുടെ മക്കളായിട്ടുള്ള, ഇവിടെ ഇരിക്കുന്ന പെൺമക്കളായിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ നിങ്ങളുടെ അപ്പനോടും അമ്മയോടും എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. വല്യപ്പച്ചന്മാർ പെരുമാറുന്നതിനെ കുറിച്ചും വല്യമ്മമാർ പെരുമാറേണ്ട രീതിയെക്കുറിച്ചും ഒക്കെ ഞാൻ സംസാരിച്ചു. പക്ഷെ നമ്മൾ മക്കൾ എങ്ങനെ നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറണം, ഇതൊരു ചോദ്യമാണ്. പ്രായമായില്ലേ അവിടെ കുത്തിയിരിക്കുക, ദയവായിട്ട് പറയാതിരിക്കുക. എന്ത് ബോധമില്ലെങ്കിലും ദയവായിട്ട് അങ്ങനെ പറയാതിരിക്കുക. ഓർമ്മക്കുറവ് എന്ന് പറയുന്നൊരു പ്രശ്നം പ്രായമായവർക്കുണ്ടാവും, ശരിയല്ലേ? ഈ ഓർമ്മക്കുറവ് മൂത്ത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചോ എന്ന് പോലും ചിലപ്പം ഓർക്കുകയല്ല. ഓർമ്മക്കുറവ് മൂത്ത് കഴിഞ്ഞാൽ, അതങ്ങോട്ട് വേറൊരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പി ഇട്ടോ എന്ന് പോലും ഓർക്കുകയല്ല. ഓർമ്മക്കുറവ് മൂത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മലമെടുത്ത് അവിടെ ഇവിടേക്ക് ഇട്ടെന്ന് വരും, ഒക്കെ ശരിയാ. പക്ഷെ അതാരാ? എൻ്റെ അപ്പനാ. അതാരാ? എൻ്റെ അമ്മയാ. ഈ ഒരു ബോധ്യത്തോടു കൂടി ഇവിടെയുള്ള യങ് ജനറേഷൻ, അതായത് എൻ്റെയൊക്കെ പ്രായം, എനിക്കധികം പ്രായമില്ലല്ലോ, കണ്ടറിയാമല്ലേ. അപ്പോൾ ഈ യങ് ജനറേഷൻ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാതാപിതാക്കളോട് ഒന്ന് പെരുമാറുക. അങ്ങനെ പെരുമാറുമ്പോൾ നമ്മുടെ മക്കള് ആരോട് നന്നായിട്ട് പെരുമാറും? നമ്മളോടും നമ്മുടെ മാതാപിതാക്കളോടും നന്നായിട്ട് പെരുമാറും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ആവുന്നത്ര റോൾ മോഡലായിട്ട് മാറുക എന്നുള്ളതാണ് പല പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കൂടി കടക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഇഷ്ടം പോലെ സമയം വീടുകളിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. എങ്ങനെയാണ് വീടുകളിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്? എനിക്കറിയാം, ഇവിടെ വല്യപ്പച്ചന്മാരും പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന ആൾക്കാരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും നല്ല തിരക്കുള്ള ആൾക്കാരൊക്കെയാണ്. പക്ഷേ ഞാൻ എന്നും ശ്രദ്ധിക്കുന്നൊരു കാര്യം, എനിക്ക് നല്ല തിരക്കുള്ള ഒരാളാണ്. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, മിനിങ്ങാന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു, കട്ടപ്പനയിലായിരുന്നു, അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നു. മുമ്പ് ട്രിവാൻഡ്രത്തായിരുന്നു, അതിന് മുമ്പ് ദുബായിലായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്താലും എൻ്റെ മോൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും, എൻ്റെ വൈഫിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും, എൻ്റെ അമ്മയോട് ഒന്ന് സംസാരിക്കാനും ഒക്കെ ഒരു കുറച്ച് സമയം ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ സ്പെൻഡ് ചെയ്യുന്ന സമയമൊന്നും ഓഫീസിൽ സ്പെൻഡ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന പോലെ അത്രയും വലിയ സമയമൊന്നുമല്ല ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. ചെറിയ സമയങ്ങൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് എൻ്റെ വൈഫ് അവിടെ നിൽക്കുകയാണെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടേ ഞാൻ അകത്തേക്ക് പോവുള്ളൂ, തൊട്ടു എന്ന് ഞാൻ ഉറപ്പാക്കും. മോന് അവിടെ നിൽക്കുകയാണെങ്കിൽ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്ന് ഉറപ്പാക്കും. അമ്മ അവിടെ ഇരിക്കുകയാണെങ്കിൽ അമ്മ എന്നെ കൊണ്ട് വിശേഷം എന്ന് ചോദിച്ചു എന്ന് ഉറപ്പാക്കും. അവർക്കത് മതി എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് മൈൻഡ് ചെയ്താൽ മതി. പക്ഷെ പല വീടുകളിലും പല വ്യക്തികളും പലപ്പോഴും വീട്ടിലുള്ളവരെ മൈൻഡ് ചെയ്യാറില്ല. ഇത് വല്ലാത്തൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ ലേഡീസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവർക്ക് ഒരുപാട് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്.
അത് പൂർണ്ണമായിട്ടും അങ്ങനെ ശരിയൊന്നും അല്ലെങ്കിലും ഒരു പരിധി വരെയൊക്കെ ശരിയാണ്. ഒത്തിരി സംസാരിക്കാൻ ആഗ്രഹമുള്ളവരാണ്. ബേസിക്കലി ലേഡീസിനെ കുറിച്ച് അവരുടെ ഒരു സൈക്കോളജി പറയുന്നത് അങ്ങനെയാണ്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം. അവരുടെ ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടെ അവർക്കുണ്ടാകുന്ന ടെൻഷനുകളും പ്രശ്നങ്ങളും ഒക്കെ അവർക്ക് സംസാരിച്ച് തീർക്കാൻ ആഗ്രഹമുള്ളവരാണ്. അപ്പൊ ജെൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുറത്തു പോയി ഒരുപാട് സംസാരിക്കും, പക്ഷെ അകത്ത് വന്നിട്ട് സംസാരിക്കുന്നത് കുറവാണ്. അങ്ങനെയാണ് സാധാരണ നമ്മുടെ ഒരു സാമൂഹ്യ ചുറ്റുപാട് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത്, നിർബന്ധമായിട്ടും നിങ്ങൾ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരു കുറച്ച് സമയം കുടുംബത്തിന്റെ കൂടെ ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിക്കുന്നവര് എപ്പോഴും ഓർക്കേണ്ട കാര്യം, ആ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്നത് മാത്രമല്ല, എവിടെയെങ്കിലും ഒക്കെ പോകണം. 1-2 ദിവസം മാസത്തിൽ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിക്കണം, പുറത്ത് പോയി കഴിക്കണം. അപ്പോൾ ഇവിടെ ചിലർ പറയുന്നുണ്ട്, സാറേ എല്ലാ ദിവസവും പുറത്ത് പോയാൽ കഴിക്കുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതും പ്രശ്നമാണ്. നമ്മളെന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കുടുംബാംഗങ്ങളെ കൂട്ടിക്കൊണ്ട് ചെറിയ ടൂറുകൾ, അത് എത്ര പ്രായമുള്ള ആൾക്കാരും ആയിക്കോട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ പൂവാ റിസോർട്ട് എന്ന് പറയുന്ന കോവളത്ത് അവിടെ കുടുംബശ്രീയുടെ ഹയർ ഓഫീഷ്യൽസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ചെയ്യുകയായിരുന്നു. അപ്പോൾ പഞ്ചാബിൽ നിന്നുള്ള ഒരു മുതിർന്ന 2 പൗരന്മാർ, ഹസ്ബൻഡും വൈഫും കൂടിയാണ്. അവർ 40 ദിവസമായിട്ട് സരോവർ റിസോർട്ടിൽ താമസിക്കുക. 40 ദിവസമായിട്ട്. അവർ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ്, കുഴപ്പമില്ല, കയ്യിലിഷ്ടം പോലെ പൈസ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ അവർ 40 ദിവസമായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ആ പ്രായത്തിലും യുവത്വത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ആ പ്രായത്തിലും യുവത്വത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ടൂറൊക്കെ പോകുന്ന സമയങ്ങളിൽ നിങ്ങളുടെ വല്യപ്പനെയും വല്യമ്മയെയും അമ്മേനെയും അപ്പനെയൊക്കെ ഒന്ന് കൂട്ടാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ അവർക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വിടുക, അങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ എപ്പോഴും നല്ലതാണ്. പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയും മാത്രമേ ഉള്ളൂ. ദയവായിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആരൊക്കെ ഒരുമിച്ച്, നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കൂടി നിർബന്ധമായിട്ടും ചെലവഴിക്കണം. അതിൻ്റെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മക്കൾ എന്ന് പറയുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്ന 2 പേര് ഒരുമിച്ചായിരുന്നു. ശരിയല്ലേ? ഹസ്ബൻഡ് വൈഫ്. അതിനുശേഷം നമ്മളിപ്പം ലവ് മാരേജ് ഒന്നുമല്ല, രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് മക്കളുണ്ടായതിനു ശേഷമല്ല കല്യാണം കഴിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള പല കുടുംബങ്ങളുണ്ട്. അതൊന്നും കുഴപ്പമുള്ള കേസൊന്നുമല്ല. അങ്ങനെയല്ല എങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷമാണ് നമുക്ക് എന്തുണ്ടായിരിക്കുന്നത്, മക്കൾ ഉണ്ടായിരിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെ മക്കളുണ്ടായി. ഈ മക്കളുണ്ടായപ്പോൾ മക്കളെ നമ്മൾ കിടത്തിയത് എവിടെയാണ്? നമ്മുടെ നടുക്കാണ്. കടിയല്ലേ? അങ്ങനെ മക്കളെ കിടത്തി. മക്കൾ കുറച്ച് വളരുന്നു, ചെറിയ കുട്ടിയാണ്, 3 വയസ്സാകുന്നു. അപ്പൻ അമ്മേനെ തൊട്ടാൽ മകൾ എന്ത് പറയും? മാറെന്ന് പറയും. നിങ്ങളൊരു പക്ഷെ കണ്ടുണ്ടാവും. ശരിയല്ലേ? അമ്മ അപ്പനെ തൊട്ടാൽ മാറെന്ന് പറയും. അപ്പൊ മോക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് എന്നെ തൊടണ്ട എന്നാര് പറഞ്ഞു? വൈഫ് പറഞ്ഞു. മോക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് എന്നെ നീ തൊടണ്ട ആര് പറഞ്ഞു? അപ്പനും പറഞ്ഞു. അങ്ങനെ നടുക്ക് കൊച്ചിനെ കിടത്തി. 3 പിള്ളേരായി. 3 പിള്ളേരും കൂടെ നടുക്കായപ്പോഴത്തേക്കിന് കട്ടിലിന് വലുപ്പമില്ലാതായി. അതുകൊണ്ട് എന്ത് ചെയ്തു? അപ്പൻ താഴെ ഇറങ്ങി കിടക്കാൻ തുടങ്ങി. ക്ലിയർ? അപ്പൊ അപ്പനൊരു ദിവസം ഓർത്തു, ഈ താഴെ കിടക്കുന്നേക്കാൾ സുഖമാണല്ലോ അപ്പുറത്തെ മുറി പോയി കിടക്കുന്നത്. അങ്ങനെ 3 പിള്ളേരും അമ്മയും കൂടി ഒരു കട്ടിലിൽ കിടക്കാൻ തുടങ്ങി. അപ്പൻ എന്ത് സംഭവിച്ചു? വേറെ റൂമിൽ കിടക്കാൻ തുടങ്ങി. അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു വാർത്ത കേട്ടു, അപ്പന് വേറെ ഏതോ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട്. സന്തോഷമായി. അപ്പൊ ഈ പെണ്ണുപിള്ള കിടന്ന് നെഞ്ചത്തടിച്ച് കരയുക, എന്റെ കെട്ടിയവൻ എന്ത് വൃത്തികെട്ടവനാണ്, ഇയാള് ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല എന്നും പറഞ്ഞ് കിടന്ന് കാറുക. അപ്പൊ ഞാൻ ശരിക്കും സംഭവിച്ചതാ. അപ്പൊ ഞാൻ ഈ സ്ത്രീയോട് ചോദിച്ചു, സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു, കൊടുക്കേണ്ട കാര്യം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുത്തില്ലെങ്കിൽ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് അത് വാങ്ങും. അതല്ലേ സംഭവം. ഇപ്പൊ ഒരു കടയിൽ പോയിട്ട് നമ്മൾ സാധനം ചോദിച്ചു, ആ കടയിൽ സാധനം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്ത കടയിൽ പോയി വാങ്ങും. അത്രേ ഉള്ളൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എത്ര പ്രായമുള്ളവരാണെങ്കിലും ഒരു കാര്യം ഓർക്കുക, കൊടുക്കേണ്ടത് ഇപ്പോഴും കൊടുത്തോണ്ടേയിരിക്കണം. ചിലർ പറയാറുണ്ട്, എനിക്ക് സെക്ഷലി ഞാൻ ആക്റ്റീവ് അല്ല, അതുകൊണ്ട് ഞാൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ പോവാണ്. ദയവായിട്ട് പ്ലീസ്, വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക, വീട്ടിലാണ് താമസിക്കുന്നത് ഉമ്മ കൊടുക്കുക. നിങ്ങൾ കണ്ടില്ലേ, 80 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നതൊക്കെ ഇഷ്ടം പോലെ വിദേശികൾ. അപ്പൊ നമ്മളൊക്കെ സ്ട്രോങ്ങാ. അപ്പൊ ഈ ഒരു ചിന്തയോട് കൂടി പരസ്പരം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് വാങ്ങും. കഴിഞ്ഞ ദിവസം ഒരു വലിയ സംഭവം ഉണ്ടായി, ഒന്നും വിചാരിക്കരുത്. 75 വയസ്സുള്ള ഒരു സ്ത്രീക്ക് ഒരു അഫയർ, ഒരു അവിഹിത ബന്ധം വാട്സപ്പിലൂടെയാണ്. ആലോചിച്ച് നോക്കിയേ എന്താ അവസ്ഥ. കാരണം ആ പാവം ഒറ്റപ്പെട്ട് നിൽക്കുവാണ്. ഒറ്റപ്പെട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിയവൻ്റെ കാര്യം നോക്കി പോകുന്നു,
മക്കളും മക്കളുടെ കാര്യം നോക്കി പോകുന്നു. അങ്ങനെ പോകുമ്പോഴാണ് ഈ പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നത്. എല്ലാ പ്രശ്നവും എത്ര പേര് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ സൂയിസൈഡ് ടെൻഡൻസി എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്ന പ്രശ്നം ഒരുപാട് പേർക്കുണ്ട്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഒന്നും വിചാരിക്കരുത്. അച്ഛനിവിടെ ഇരിക്കുന്നു, സർവശക്തന്റെ മുമ്പിൽ വെച്ചാണ്, എങ്കിലും സത്യമേ പറയാവുള്ളൂ, നുണ പറയരുത്. ഒരു കാര്യം ഒന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാ. നുണ പറയില്ലല്ലോ. ഒരിക്കൽ പോലും മരിക്കണമെന്ന് ജീവിതത്തിൽ തോന്നാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഇത്രയും പ്രായത്തിനിടയിൽ ഒരിക്കൽ പോലും മരിക്കണമെന്ന് ജീവിതത്തിൽ ഇതുവരെ തോന്നാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയൊത്തി കാണിച്ച്. ഒന്ന് രണ്ട് പേര്, ഒരു കൊച്ചുണ്ട്, രണ്ടുപേരുണ്ട്. ഇതിനാണ് ആത്മഹത്യ പ്രവണത എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യന്മാർക്കുള്ള പ്രശ്നമാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തേ? തിരുസഭ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യ ചെയ്യുന്നത് ശരിയല്ല. പിന്നെ നാട്ടുകാരൊക്കെ എന്തോർക്കും? ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഘടകമാണ്. പിന്നെ നമുക്ക് എന്താണ് കുമ്പസാരം എന്ന് പറയുന്ന ഒരു കൂദാശ അല്ലേ? ഇല്ലേ? ഉണ്ട്. അത് ഒരു വലിയ കൗൺസിലിങ്ങിന്റെ എഫക്റ്റാണ്. നമുക്കൊരു സൊസൈറ്റി ഉണ്ട്, നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാനുള്ള. ഇതൊന്നുമില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരും പോയി മരിച്ചേനെ. പിന്നെ നമ്മുടെ ദൈവം, സർവശക്തനായ ദൈവം, ആ ദൈവം നമ്മളെ പരിപാലിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വലിയ തെളിവാണ് നമ്മളൊക്കെ പോയി മരിക്കാത്തത്. തോന്നാത്തോണ്ടൊന്നുമല്ല. അപ്പൊ ഇത് എന്തുകൊണ്ട് തോന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പരസ്പരമുള്ള ഒരു ഇഴയടുപ്പമില്ല, പരസ്പരമുള്ള ഒരു സ്നേഹമില്ല, പരസ്പരമുള്ള ഒരു ബന്ധമില്ല. ഇതിന്റെയൊക്കെ പേരിലാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 8 കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ ഇഴയെടുപ്പം ഉണ്ടാവും, ഈ ബന്ധം ഉണ്ടാവും, ഈ സ്നേഹം ഉണ്ടാവും, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ ചെയ്യുന്ന, അവള് ചൂടാവുന്ന സമയത്ത് ഞാൻ ചൂടാവില്ല, ഞാൻ ചൂടാവുന്ന സമയത്ത് ഓള് ചൂടാവില്ല, എൻ്റെ മക്കളുടെ കാങ്കെ നമ്മൾ ചൂടാവില്ല. അതിൻ്റെ അർത്ഥം ഒരിക്കൽ പോലും പെടരുത് എന്നല്ല. ഏറ്റവും നല്ല ഇമോഷൻ ഏതാ? ഏറ്റവും നല്ല വികാരം ഏതാ? എല്ലാവരും പറയും സ്നേഹമാണെന്ന് പറയും. സ്നേഹം മൂത്ത വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിംഗ് കേസ് വന്നു. ഇയാള് ഈ പെണ്ണിനെ കൊണ്ടു നടക്കുന്നത് ഒരു പാവയെ പോലെയാണ്. തലമുടിയൊക്കെ സ്ട്രൈറ്റൻ ചെയ്യിപ്പിച്ച്, ലിപ്സ്റ്റിക്കൊക്കെ ഇടിയിപ്പിച്ച്, കണ്ണൊക്കെ എഴുതിപ്പിച്ച്, ഒക്കെ പൊട്ടൊക്കെ തൊടിയിച്ച്, നല്ല കുട്ടപ്പത്തിയാക്കിയാണ് കൊണ്ടു നടക്കുന്നത്. ഇങ്ങനെ കൊണ്ടു നടക്കുക. ഒരു പ്രശ്നം ഉണ്ടായി, അതിന്റെ പേരിൽ എൻ്റെ അടുത്ത് വന്നതാ. അപ്പോൾ ഇയാളോട് ഞാൻ പറഞ്ഞു, ഞാനൊരു 5 മിനിറ്റ് സമയം ഇവരെ ഒറ്റയ്ക്ക് കണ്ടോട്ടെ സാറേ, ഞാനും കൂടി ഇരിക്കാം. എന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെയല്ല, എനിക്ക് ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കും, സാറ് പേടിക്കണ്ട, ഞാനിങ്ങനെ കൈ പുറകോട്ട് കെട്ടിയിരിക്കുള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞു ശരി കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 5 മിനിറ്റ് സംസാരിച്ചപ്പം ആ സ്ത്രീ പറഞ്ഞത്, എൻ്റെ പൊന്നു സാറേ, എന്നെ ഇയാൾ സ്നേഹിച്ചു കൊല്ലുക. ഒരു രക്ഷയില്ല. എന്നെ പുറത്തേക്ക് വിടിയല്ല. ഇയാൾ ജോലിക്കാരനാ, ജോലിക്ക് പോകുന്ന സമയത്ത് പുറത്തേക്ക് ഗ്രില്ല് പൂട്ടി വെച്ച് പോകും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഓരോ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ അതിനെ കണ്ട ശരിക്കും നമ്മൾ എന്ത് സാധനം, ചെറിയൊരു സാധനമില്ലേ, പാവയില്ലേ, പെൺകുട്ടികളുടെ പാവയില്ലേ, ബാർബിക്ക്, ആ സാധനം സെയിം അതുപോലെ തന്നെ ഇരിക്കുന്ന സാധനം. എന്താ രസമെന്നൊക്കെ കാണാൻ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പാവത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു തരിക. ഇതാണ് സ്നേഹം മൂത്താലത്തെ കുഴപ്പം. ഈ സെയിം പ്രശ്നം പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും. ചേട്ടൻ എൻ്റെ കൂടെ ഇരുന്നാൽ മതി, ചേട്ടൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് ഒരു രക്ഷ ഉണ്ടാവില്ല. ഇത് നമ്മൾ പറയുന്ന പേരാണ് പൊസസീവ്നെസ് എന്ന് പറയും. പൊസസീവ്നെസ്. ഇനി ഏറ്റവും മോശം വികാരം ഏതാന്ന് ചോദിച്ചാൽ ചിലർ പറയും അരിശം എന്ന് പറയും. അങ്ങനെയില്ല. ആവശ്യപ്പെടേണ്ട സമയത്ത് ആവശ്യത്തിന് എന്ത് ചെയ്യണം? അരിശം വേണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. അതിന്റെ അർത്ഥം പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആരെങ്കിലും വല്ലാതെ നശിപ്പിച്ചിട്ടു എന്ന് വിചാരിക്കുക, നമ്മുടെ വീടിന്റെ മുറ്റമെന്ന് വിചാരിക്കുക, വല്ലാതെ വൃത്തികേടാക്കിയിട്ടു. അങ്ങനെ വൃത്തികേടാക്കിയിട്ടെങ്കിൽ നമുക്കൊരു അരിശം തോന്നണം. ഒരു പെൺകുട്ടിയെ അവളുടെ അപ്പൻ വല്ലാതെ തല്ലുന്നു, നമുക്കൊരു ചെറിയൊരു അരിശം തോന്നണം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അരിശം എന്ന് പറയുന്നത് എന്തല്ല, പൂർണ്ണമായിട്ട് മോശമല്ല. ചെറിയ അരിശത്തിന് പറയുന്നത് പ്രൊഡക്റ്റീവ് ആങ്കർ എന്ന് പറയും. കൺസ്ട്രക്റ്റീവ് ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാ. പ്രൊഡക്റ്റീവാണ്, കൺസ്ട്രക്റ്റീവാണ്, നല്ല ആങ്കറാണ്, കുഴപ്പമില്ല, അത് നല്ലതാണ്. എന്നാൽ ഡിസ്ട്രക്റ്റീവ് ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന പ്രശ്നം. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു വാട്സപ്പിൽ വന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് അപ്പൻ, ഇവർ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അപ്പൊ വീടിന്റെ 3-ാം നിലയിൽ നിന്നിട്ട് താഴോട്ട് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ഇടയ്ക്കടുത്തൊരു ഔഡി കാറുണ്ട്. ഔഡി കാർ എന്ന് പറഞ്ഞാൽ ഔഡി, ഓക്കെ. അപ്പോൾ ആ കാർ ഇങ്ങനെ കിടക്കുവാണ്. അപ്പം
9 വയസ്സുകാരൻ വന്നിട്ട് ഒരു കല്ലുകൊണ്ട് എന്തോ കാറിൽ എഴുതി. ഈ അപ്പന് വട്ടായി. മുകളിൽ നിന്ന് ചാടി ഇറങ്ങി വന്നിട്ട് ഒരു കസേര എടുത്തിട്ട് ഈ കൊച്ചിനിട്ട് അടിച്ചു. കാലൊടിഞ്ഞു. ആരുടെ? കൊച്ചിന്റെ കാലൊടിഞ്ഞു. എന്നിട്ട് എവിടെ കൊണ്ടുപോയി? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അരിശമൂത്തതാ. തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഈ കൊച്ചെഴുതിയത് ഐ ലവ് മൈ പപ്പ എന്നാണ് എഴുതിയത്. കേട്ടിട്ടുണ്ടല്ലേ? ആ കഥ കേട്ടില്ലേ? ഐ ലവ് മൈ പപ്പ. കാരണം ഈ കൊച്ചിനും കൂടി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മേടിച്ച കാറാണ്. പിന്നെ ഇവര് ക്രിസ്ത്യൻ കുടുംബമാണ്. അതുകൊണ്ട് ഇവൻ പള്ളിയിൽ പോകുന്ന സമയത്ത് അച്ഛൻ പ്രസംഗം പറയുന്നത് ഇങ്ങനെ കേട്ടു: പാറയിൽ പണിതത് പോവില്ല. അപ്പൊ ഇവൻ വിചാരിച്ചു പാറ കൊണ്ട് എഴുതിയാലും പോവില്ലല്ലോ, അതുകൊണ്ടാണ് അവൻ കല്ലെടുത്ത് തന്നെ എഴുതിയത്. പക്ഷെ പാവം എന്താണ്, അപ്പന് വട്ടായിപ്പോയി. അപ്പന് ഇതൊന്നും കാണാൻ പറ്റിയില്ല. കാറിന്റെ പെയിന്റ് പോയാൽ എന്ത് ചെയ്താൽ മതി? അത് പെയിന്റ് അടിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ കൊച്ചിന്റെ കാലൊടിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ കിടക്കുന്ന മുറിവെന്ന് പറയുന്നത് അത് ഒരുപാട് കാലം കിടക്കും. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവുന്നത്ര ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവുന്നത്ര ശ്രദ്ധിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്ത് ചില കാര്യങ്ങൾ സയൻസിന് പ്രൂവ് ചെയ്യാൻ പറ്റാത്തതുണ്ട്, ചില കാര്യങ്ങൾ സയൻസിന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇത് പൊട്ടത്തരമാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഇത് പറയണമെന്ന് എനിക്ക് വലിയ ഒരാഗ്രഹമുണ്ട്. ജാപ്പനീസ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം ഒരിക്കലും ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണം ഇതാണ്: ഒരേ സ്ഥലത്തുനിന്ന് ഒരേ അരുവിയിൽ നിന്നുള്ള വെള്ളം 2 പാത്രങ്ങളിൽ എടുത്തു. ഒരേപോലെയുള്ള പാത്രമാണ്. ഈ 2 പാത്രത്തിൻ്റെയും പ്രത്യേകത ഒരേപോലെയാണ്, ഒരേ തരത്തിലുള്ള ലോഹം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ 2 പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒന്നിലേക്ക് ചീത്ത തന്നെ വിളിച്ചു, മറ്റതിലേക്ക് നല്ല കാര്യങ്ങൾ തന്നെ പറഞ്ഞു. എന്നിട്ട് ഈ 2 പാത്രത്തിലെയും വെള്ളം ഫീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് അതിൻ്റെ ക്രിസ്റ്റൽ ഫോർമേഷൻ്റെ ഫോട്ടോ എടുത്തു. അങ്ങനെ എടുത്തപ്പോൾ അയാൾക്ക് മനസ്സിലായത്, ജാപ്പനീസ് സയന്റിസ്റ്റിന് മനസ്സിലായത് അതിതാണ്: നല്ലത് പറഞ്ഞ പാത്രത്തിലെ വെള്ളത്തിൻ്റെ ക്രിസ്റ്റൽ ഫോർമേഷൻ, ഇൻസൈഡ് ഫോർമേഷൻ ബ്യൂട്ടിഫുൾ ആയി. മോശം പറഞ്ഞ പാത്രത്തിലെ ക്രിസ്റ്റൽ ഫോർമേഷൻ വൃത്തികെട്ട രീതിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാത്ത ആശ്ചര്യം തോന്നി. ഇദ്ദേഹം യുദ്ധം നടക്കുന്ന സ്ഥലത്തെ വെള്ളമെടുത്തു, സമാധാനം നടക്കുന്ന സ്ഥലത്തെ വെള്ളമെടുത്തു, സമാധാനമുള്ള വീട്ടിലത്തെ വെള്ളമെടുത്തു, വഴക്കും വക്കാണവുമുള്ള വീട്ടിലത്തെ വെള്ളമെടുത്തു. എല്ലായിടത്തും ഈ വ്യത്യാസം കണ്ടു. അങ്ങനെ ഇദ്ദേഹം ഒരു നിയമത്തിലേക്ക് എത്തിച്ചേർന്നു, ഒരു തിയറിയിലേക്ക് എത്തിച്ചേർന്നു. അത് വെള്ളത്തിന് മെമ്മറി പവർ ഉണ്ട് എന്നാണ്. വെള്ളത്തിന് ഓർമ്മശക്തി ഉണ്ടെന്ന്. വെള്ളം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുന്നുവെന്ന്. ശരിക്കും നമ്മൾ ഇവിടുന്ന് ആനാമ്പെള്ളം, നമ്മൾ വെഞ്ചരിച്ച വെള്ളം എടുക്കാറില്ലേ? ആ വെള്ളം നമ്മൾ കൊണ്ടുപോയി വീട്ടിൽ തളിക്കാറില്ലേ? വീട്ടിലത്തെ പല അസുഖങ്ങളും മാറാറില്ലേ? ആ എന്തുകൊണ്ടാ? അത് വെള്ളമായതുകൊണ്ടാ? അല്ല. ശരിക്കും എൻ്റെ വിശ്വാസം അനുസരിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ച് ആ വെള്ളത്തിൽ എന്തുണ്ട്? പ്രാർത്ഥനയുണ്ട്. ആ വെള്ളത്തിൽ വൈദികൻ ചൊല്ലുന്ന ബ്ലെസ്സിങ്സ് ഉണ്ട്, പ്രാർത്ഥനയുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ഓസ്തിയിൽ സർവശക്തനായ ഈശ്വരനുണ്ട്, വീഞ്ഞിൽ സർവശക്തന്റെ രക്തമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അതേ സംഭവം സയന്റിഫിക്കലി പ്രൂവ് ചെയ്തു. എന്നിട്ട് ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പഠിച്ചു. അപ്പോഴൊക്കെ ഇത് ശരിയാണെന്ന് ഈ വ്യക്തികൾക്ക് മനസ്സിലായി. അങ്ങനെ ഒരു പുസ്തകം എഴുതി അവര്. ആ പുസ്തകത്തിന് പറയുന്ന പേര് ദ ഹിഡൻ മെസ്സേജസ് ഇൻ വാട്ടർ എന്നാണ്. ഹിഡൻ മെസ്സേജസ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യം. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ പോവാ. ഒരു വീടിനെ എങ്ങനെ ഭവനമാക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഈ തിയറിയെ ഒന്ന് കണക്ട് ചെയ്യാൻ പോവാ. ശ്രദ്ധിക്കണം, എല്ലാവരും എൻ്റെ മുഖത്ത് തന്നെ നോക്കണം. പക്ഷെ അങ്ങനെ നോക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒച്ചത്തിലൊന്ന് കൈയടിക്കാമോ? ഒരു സൂപ്പർ കൈയടി. ഓക്കെ. നമ്മുടെ വീട്ടില് ഇത് പള്ളിയാണ്. ഈ പള്ളിയാണെങ്കിലും വീടാണെങ്കിലും ഇഷ്ടം പോലെ ജലഗണങ്ങളുണ്ട്. നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ അകത്ത് വെള്ളമുണ്ട്, നമ്മുടെ ഭിത്തിയിൽ വെള്ളമുണ്ട്, നമ്മുടെ വീട്ടിലത്തെ ചെടിയിൽ വെള്ളമുണ്ട്. മനുഷ്യ ശരീരത്തിൽ 70% വെള്ളമാണ്. ശരിയല്ലേ? ഇത്രയും വെള്ളം എവിടെയുണ്ട്? നമ്മുടെ ശരീരത്തിലായിട്ടും നമ്മുടെ വീട്ടിലൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ കിടന്ന് ഒരാൾ പട കൂടുകയാണെങ്കിൽ ആ വീട്ടിലെ ഓരോ മുക്കിലും മൂലയിലുമുള്ള ജലഗണത്തിലും എന്തുണ്ട്? നമ്മളെന്ന് പറയുന്ന വ്യക്തി പറയുന്ന നീചമായിട്ടുള്ള വാക്കുകളും ക്രുദ്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെ അംശവും അവിടെ ആ വെള്ളത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ഭവനം വെറും ഒരു വീടായിട്ട് മാറും.
ചില വീടുകളിൽ ഐശ്വര്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അതിൻ്റെ രഹസ്യം ഞാൻ പഠിച്ചിടത്തോളം, എനിക്ക് മനസ്സിലായിടത്തോളം എന്താണെന്ന് ചോദിച്ചാൽ, ആ വീട്ടിൽ വാക്കുകൾ കൊണ്ട് നശിപ്പിക്കാവുന്നതിൻ്റെ അപ്പുറത്ത് നശിപ്പിച്ച് വേറൊരു ലെവലിലാക്കി വെച്ചിരിക്കുക. എല്ലാ ജലകണത്തിലും എന്തുണ്ട്? ക്രൂരതയുടെ, ദുഷ്ടതയുടെ, അഹങ്കാരത്തിൻ്റെ, അഹന്തയുടെ ഒരു പറ്റം മെമ്മറീസാണ്. ആ വീട്ടിൽ എന്നും അസുഖമായിരിക്കും, ആ വീട്ടിൽ എന്നും പ്രശ്നമായിരിക്കും, ആ വീട്ടിൽ എന്നും കരച്ചിലായിരിക്കും. രോഗങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഓടിയെത്തുന്നു. വീട് അടിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി വരുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് പുറകിലുള്ള തത്വം ഇതാ: വീട് അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി എന്ന് വരുമെന്ന് പറഞ്ഞതുപോലെ യേശുദേവൻ പറഞ്ഞൊരു കാര്യമുണ്ട്: നിന്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം മാത്രമല്ല അത്, നമ്മൾ താമസിക്കുന്ന വീടും വൃത്തിയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്ത, ആ ചിന്ത പൂർണ്ണമായിട്ടും പോസിറ്റീവ് ആണെങ്കിൽ, ഒന്നോ രണ്ടോ പ്രാവശ്യം വഴക്കുണ്ടായാലും സാരമില്ല, പക്ഷെ ഈ വഴക്കിനെ ഇല്ലാതാക്കാൻ പറ്റുന്നൊരു സംഭവമുണ്ട്. അതാണ് പോസിറ്റീവായിട്ടുള്ള പ്രാർത്ഥന. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി പ്രാർത്ഥിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള പ്രാർത്ഥനയും പോസിറ്റീവായിട്ടുള്ള പാട്ടുകളും ഒക്കെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ, ഒന്നോ രണ്ടോ വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ നെഗറ്റിവിറ്റിയൊക്കെ ഭിത്തിയിലും ഫ്രിഡ്ജിലുമൊക്കെ ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇല്ലാതായിക്കോളും. വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, യേശുദേവൻ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്: നീ നിന്റെ സുഹൃത്തിനെ നോക്കി അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനെ നോക്കി നീ വിഡ്ഢിയാടാ, നീ പൊട്ടനാടാ എന്ന് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ശരിയല്ലേ? എന്താ കാര്യം എന്നറിയോ? അങ്ങനെ പറയുന്ന സമയത്ത്, പ്രത്യേകിച്ച് കുട്ടികളോടൊക്കെ നമ്മൾ അങ്ങനെ പറയുന്ന സമയത്ത്, എടാ പൊട്ടാ, എടാ മണ്ട എന്ന് വിളിക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ളിലുള്ള ജലത്തിൽ ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. അവൻ്റെ പൂർണ്ണമായിട്ടുമുള്ള ശരീരത്തെ അത് ഇല്ലാതാക്കുന്നു. അതാണ് ഈ പഠനം തെളിയിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് പറ്റുന്നിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വ്യക്തികൾ മറ്റുള്ളവരെ ശപിക്കാതിരിക്കുക. മറ്റുള്ളവരെ ശപിക്കുന്നത് നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകും എന്നാണ് എല്ലാ മതഗ്രന്ഥങ്ങളും തത്വജ്ഞാനികളും പറയുക. ശാപം കൊടുക്കുന്നയാള് അത് തിരിച്ച് അയാളിലേക്ക് തന്നെ വരും. ബൂമറാങ് പോലെയാ. നമ്മൾ എറിയുന്ന എനർജി തിരിച്ചു വരും. എനർജി ഒരിക്കലും നശിക്കുന്നില്ല. നമ്മൾ പുറപ്പെടുവിക്കുന്ന എനർജി അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും. ഇതിൻ്റെ അത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ പറ്റുന്നിടത്തോളം ശാപവാക്കുകൾ ചൊരിയാതെ, പറ്റുന്നിടത്തോളം നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, കണ്ണീര് വീഴിക്കാതെ ഒരു വീട്ടിൽ താമസിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ വീട്ടിൽ ഐശ്വര്യമുണ്ടാവും. അല്ലെങ്കിൽ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവില്ല. ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ പരസ്പരം വഴക്കിടുന്ന സമയത്തായിക്കോട്ടെ, നിങ്ങൾ മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, ശാപവാക്കുകൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ എന്തുണ്ടാവാൻ പാടില്ല? സ്ഥാനമുണ്ടാവാൻ പാടില്ല. അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു വശമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ജലത്തിന് മെമ്മറി ഉണ്ട്. അങ്ങനെ ജലത്തിന് മെമ്മറി ഇല്ലെങ്കിൽ നമ്മൾ ഈ ആനാവെള്ളവുമായിട്ട് വീടുകളിൽ പോയിട്ട് അവിടെ തളിക്കുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. ഇത് എല്ലാ മതങ്ങളിലുമുള്ള ഒരു വസ്തുതയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. അത് ഒരുപക്ഷെ പറയുമ്പോൾ നിങ്ങൾ എന്നെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. ദയവായിട്ട് അങ്ങനെ എതിർക്കാൻ തോന്നിയാലും എതിർക്കാതിരിക്കുക. കാരണം നിങ്ങൾ ഇത്രയും ആൾക്കാരുണ്ട്, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതായത് പോസിറ്റീവ് പ്രെയർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. പോസിറ്റീവ് പ്രെയർ, പോസിറ്റീവായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കാം എന്നുള്ളൊരു ഏരിയ ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആ എക്സാമ്പിള് നിങ്ങൾ ഒന്ന് മനസ്സിലൊന്ന് കണ്ടു കഴിഞ്ഞാൽ സന്തോഷമാണ്. അതായത് നിങ്ങളെല്ലാവരും ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? ക്യാൻ യു പ്ലീസ് ക്ലോസ് യുവർ ഐസ്? എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാമോ? ഒന്ന് കണ്ണടച്ചിട്ട് ഞാൻ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കണേ. മൊബൈൽ താഴെ ഇടരുത്. മൊബൈൽ താഴെ ഇടരുത്. കണ്ണു തുറന്നോളൂ. ഇപ്പം നിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും കണ്ടൊരു പിക്ചർ എന്ന് പറയുന്നത് മൊബൈൽ താഴെ വീണ് പൊട്ടുന്ന പിക്ചറാണ് കണ്ടേ. ഇനി ഞാൻ പറയുമായിരുന്നു ഇങ്ങനെ, ഗ്ലാസ് താഴെ ഇടരുത്. നിങ്ങൾ കാണുന്ന പിക്ചർ എന്തായിരിക്കും? ഗ്ലാസ് താഴെ വീഴുന്നു, പൊട്ടുന്നതായിരിക്കും. സാധാരണ എല്ലാവരും കാണാൻ പോകുന്ന പിക്ചർ അതാണ്, മനസ്സിൽ കാണുന്ന പിക്ചർ അതാണ്. എന്നാൽ നിങ്ങൾ എല്ലാവരും കൂടി ഒന്നും കൂടി കണ്ണടയ്ക്കുക. ഞാൻ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കണം. മൊബൈൽ മുറുകെ പിടിക്കുക. മൊബൈൽ മുറുകെ പിടിക്കുക. മൊബൈൽ മുറുകെ പിടിക്കുക. കണ്ണു തുറക്കുക. നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് മൊബൈൽ ചേർത്ത് പിടിച്ചിരിക്കുന്നതാണ്. ഇത് മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. മനുഷ്യ മനസ്സിൽ ജീവിക്കുന്നത് ആരാണ്? സർവശക്തനായ ദൈവമാണ്. ഇത് ദൈവത്തിൻ്റെ പ്രത്യേകതയും കൂടിയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ അതേ ശക്തി തന്നെയാണ് എവിടെയുള്ളത്? നമ്മുടെ ഉള്ളിലുള്ളത്. ശരിയാണേ?
അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 2 സെന്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? മൊബൈല് താഴെ ഇടരുത് എന്ന് പറഞ്ഞതും മൊബൈൽ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്ന് തന്നെയാ പറഞ്ഞത്, പക്ഷെ പറഞ്ഞ വാക്കുകൾ വ്യത്യസ്തമാണ്. ആ വാക്കുകളിൽ പിച്ചേ വ്യത്യസ്തമാണ്. അതിൻ്റെ അകത്തെ പടം, നമുക്ക് കിട്ടിയ ചിത്രം വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും എന്നെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരിക്കലും ദൈവത്തോട് എൻ്റെ അസുഖം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താ? നിങ്ങൾ മിടുക്കനായിട്ട് മിടുക്കിയായിട്ട് ഓടി നടക്കുന്നത് മനസ്സിൽ കണ്ടിട്ട് ദൈവത്തിന് നന്ദി പറയണം. വലിയ പാടാ. കാലുമുട്ടിന് വേദനയുള്ള പേരമ്മയോട് ഞാനിത് പറഞ്ഞു, പേരമ്മേ, ഈ പേരമ്മ പ്രാർത്ഥിക്കുന്നറിയാവോ? എല്ലാ ദിവസവും പോയിട്ട് തമ്പുരാനേ എൻ്റെ മുട്ടിന്റെ വേദന മാറ്റണേ. ആർക്കെന്താ പറ്റുന്നേ? പേരമ്മയ്ക്ക് മുട്ടിന്റെ വേദന എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു, ഒരു രക്ഷയില്ല. ഈ പേരമ്മയുടെ കൊച്ചുമകൻ പഠിക്കേയില്ല. അപ്പൊ പേരമ്മ പറയും, എൻ്റെ പൊന്നു കർത്താവേ, ആ പൊട്ടനെ ഒന്ന് നേരെയാക്കണേ. ഇവൻ പൊട്ടൻ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലിലേക്ക് മാറുവാണ്. ഞാൻ ആ പേരമ്മയോട് പറഞ്ഞു, ദയവായിട്ടൊരു കാര്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. മുട്ടിന് വേദനയില്ലാതെ ഓടി നടക്കുന്നത്, മുട്ട് റെഡിയാവുന്നത്, അതിന് വേണ്ടിയിട്ട് ചികിത്സ ചെയ്തിട്ട് അത് റെഡിയാവുന്നത് മനസ്സിൽ കണ്ടിട്ട് ഓടി നടക്കുന്നതായിട്ട് പേരമ്മ കാണുക. ദൈവത്തോട് നന്ദി പറയുക. മോന് നന്നായിട്ട് പഠിക്കുന്നത്, പരീക്ഷയ്ക്കിരുന്ന് പഠിക്കുന്നത്, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കുന്നത്, മിടുക്കനായിട്ട് ക്ലാസ്സിൽ നല്ല സ്ഥാനം മേടിക്കുന്നത് മനസ്സിൽ കണ്ടിട്ട് ദൈവത്തോട് നന്ദി പറയാൻ പറഞ്ഞു. പേരമ്മ അതുപോലെ ചെയ്തു. പേരമ്മയ്ക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ്. പേരമ്മ ഒരു മാസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മുട്ടിന് നല്ല വേദന കുറവുണ്ട്, പക്ഷെ ഡോക്ടർ പറഞ്ഞത് മുട്ടിന്റെ ചിരട്ട മാറ്റി വെക്കണമെന്നാണ്. മുട്ടിന് നല്ല വേദന, വലിയ പ്രശ്നമൊന്നുമില്ല, എങ്കിലും മുട്ട് മാറ്റി വെക്കുക നല്ലതെന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പേരമ്മ ഒരു കാര്യം ചെയ്യേ, മുട്ടിന് വേദന ഇല്ലെങ്കിൽ ഇപ്പം എന്തിനാ മാറ്റുന്നത്? മുട്ടിന് തേയ്മാനം എന്നല്ലേ പറഞ്ഞേ, മാറ്റേണ്ട ആവശ്യമില്ല. ഇതുവരെ പേരമ്മ മാറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ വേദന വരുമെന്നല്ലാതെ പേരമ്മയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി ആ പയ്യനുണ്ടായ കാര്യം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ആ പയ്യൻ 9ാം ക്ലാസ്സിൽ, അവൻ 8ാം ക്ലാസ്സിലായിരുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വരുന്നത്. അവന് 9ാം ക്ലാസ്സിൽ കയറിയ സമയത്ത് നിങ്ങൾ വിശ്വസിക്കുകയല്ല, ക്ലാസ്സിലെ 3ാം സ്ഥാനത്തെത്തി. ഈ കഴിഞ്ഞ ദിവസം കുടുംബശ്രീയുടെ പ്രോഗ്രാം കട്ടപ്പന നടക്കുക. ഞാൻ ഈ കാര്യം പറഞ്ഞു, നിങ്ങൾ പോസിറ്റീവായിട്ട് കണ്ടിട്ട് അത് തന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി തോമസ് ആയിട്ട് എന്ത് ചെയ്യുക? അത് വിശ്വസിച്ചിട്ട് എന്താ മുമ്പിൽ കാണുന്ന കാണുക, കണ്ട് വിശ്വസിക്കുക. മനസ്സിൽ കാണുക, അത് സംഭവിച്ചതായിട്ട് കാണുക, എന്നിട്ട് വിശ്വസിക്കുക. കണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന് നേരിട്ട് കണ്ട് വിശ്വസിക്കുന്നത്, 2 മനസ്സിൽ കണ്ട് വിശ്വസിക്കുന്നത്. മനസ്സിൽ കാണുക എന്ന് ഞാൻ പറഞ്ഞു. ഏതായാലും ഈ കുടുംബശ്രീയിലെ ഒരു ഹയർ ഒഫീഷ്യല്, ഡിസ്ട്രിക്റ്റിലെ ഹയർ ഒഫീഷ്യല്, അവർക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് വയനാട്ടിലേക്ക് കുറെ അധികം പൈസ കളക്ട് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലൂടെ അയക്കാൻ വേണ്ടിയിട്ട് അത് കൊടുക്കണവർക്ക്. ഇവര് നോക്കിയിട്ട് ഈ പൈസ ആവുന്നില്ല. അപ്പൊ ഞാൻ രാവിലെയാണ് ഈ സംഭവം പറയുന്നത്. അന്ന് ഉച്ചയോടുകൂടി ഇവർ ആഗ്രഹിച്ച പൈസ അവരുടെ ഫണ്ടിലേക്ക് വന്നു എന്നും പറഞ്ഞ് അന്ന് വൈകുന്നേരം എന്നോട് ഇവർ പറഞ്ഞു. സംഭവത്തോളം ഇവർ ചെയ്തത്, ഇവർ കണ്ടതെന്നറിയോ? ഇവർക്ക് വേണ്ടുന്ന പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് സ്പോൺസർഷിപ്പായിട്ട് വന്നിരിക്കുന്നത്, ഡൊണേഷനായിട്ട് വന്നിരിക്കുന്നത് കണ്ടിട്ട് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, അവര് വിശ്വസിക്കുന്ന ദൈവത്തോട് നന്ദി പറഞ്ഞു. എപ്പോ? രാവിലെ അത് സംഭവിച്ചു. അപ്പോൾ കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് വെറുതെയല്ല. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിൽ കണ്ട് അത് കിട്ടി എന്നുള്ള ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കുവാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ പ്രാവർത്തികമാക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ എല്ലാ ദിവസങ്ങളും നല്ല ദിവസങ്ങളാണ്. നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ എല്ലാ ദിവസവും നല്ല ദിവസമാണ്? എൻ്റെ അപ്പൻ മരിക്കുന്നത് ഡിസംബർ മാസം 22-ാം തീയതിയാണ്. അപ്പൻ മരിച്ച ദിവസവും എനിക്ക് നല്ല ദിവസമാണ്. നിങ്ങൾ വിചാരിക്കും വൃത്തികെട്ടവൻ, ക്രൂരൻ, അപ്പൻ മരിച്ച ദിവസം എങ്ങനെ നല്ല ദിവസമാകുന്നേ? അപ്പന് ഏറ്റവും അവസാനം മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് അപ്പൻ എന്നെ അനുവദിച്ചൊരു കാര്യമുണ്ട്. അത് ഷേവ് ചെയ്യാനാണ്. അപ്പന് ഷേവ് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ പറയുന്ന സമയത്ത് അപ്പൻ പറയും, തന്തയുടെ മോന്തയ്ക്ക് ചെലപടിക്കണ്ട എന്ന് സ്ഥിരമായിട്ട് പറയുമായിരുന്നു. അപ്പൻ ഒരിക്കൽ പോലും എന്നെ കൊണ്ട് ഷേവ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല. ഭയങ്കര അരിശക്കാരനാണ്, വേറെ ലെവല. ആ സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഉടക്കൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ എപ്പോഴും ഞങ്ങൾ വളരെ കൂട്ടുമായിരുന്നു. അങ്ങനെ മരിക്കുന്നതിനൊരു 3-4 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു, ബാർബർ വരാന് ബുദ്ധിമുട്ടാണ്, ഷേവ് ചെയ്യുന്ന അദ്ദേഹം വരാന് ബുദ്ധിമുട്ടാണ്, അദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞു നിന്ന് വേണം ചെയ്യാൻ, ചാച്ചന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ചാച്ചൻ്റെ താടി രോമമൊക്കെ നീണ്ടു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എന്നെ സമ്മതിച്ചു. ഞാനിതൊക്കെ പഠിച്ചു കൊടുത്തു. കണ്ണാടി നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി.
എന്നിട്ട് അപ്പന് ഇങ്ങനെ പറഞ്ഞു, അമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞു, അവൻ എൻ്റെ താടിയൊക്കെ വടിച്ചു വന്നു കേട്ടോ, മുഖം വടിച്ചു വന്നു കേട്ടോ എന്ന് ഭയങ്കര സന്തോഷത്തോടുകൂടി പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പം അപ്പൻ മരിക്കുകയും ചെയ്തു. അപ്പം മരിച്ചു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പൻ ഒരുപാട് സഫർ ചെയ്തൊന്നുമില്ല. ഓക്കെ, കുറച്ച് മൂത്രം ഒഴിക്കുന്ന പ്രശ്നങ്ങളും അറിയാതെ മലം പോകുന്ന പ്രശ്നങ്ങളും ഒക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ അതൊക്കെ കഴുകേണ്ടതൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കഴുകിയിട്ടുമുണ്ട്, എനിക്കത് ഇഷ്ടമാണ്, പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മളെയൊക്കെ എത്ര പ്രാവശ്യം എന്ത് ചെയ്തതാ, ഈ അപ്പനും അമ്മയൊക്കെ മലം കഴുകുകയും മൂത്രം കഴുകുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. അമ്മയുടെ മൂത്രം ഇടയ്ക്ക് പോകും, അതൊന്നും കഴുകുന്നതിനോ. വൈഫും അത് തന്നെയാണ്, പൂർണ്ണമായിട്ടും വളരെ സപ്പോർട്ടീവാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അപ്പം മരിച്ചത് എന്തുകൊണ്ടാണ് എനിക്ക് അന്നത്തെ ദിവസം ദുഃഖമില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അപ്പൻ സ്വർഗത്തിലേക്ക് തന്നെ പോവുക. അപ്പം മരിച്ചാലും എൻ്റെ കൂടെ തന്നെയാണ് ഉണ്ടാവുക, അതിൻ്റെ അകത്ത് എനിക്ക് ഉറപ്പാണ്. എൻ്റെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പനോട് ചോദിക്കും, അപ്പൻ എനിക്ക് ആ കാര്യങ്ങൾ ചെയ്തു തരാറുണ്ട്, അതിൻ്റെ അത് സംശയമൊന്നുമില്ല. ആ ഒരു വിശ്വാസം അന്നുമുണ്ട് ഇന്നുമുണ്ട്. അതുകൊണ്ട് അപ്പം മരിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ദുഃഖമൊന്നും തോന്നിയില്ല. ഞാൻ കരഞ്ഞു എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും ഒരു ആഴത്തിലുള്ള ദുഃഖത്തിനപ്പുറത്ത് എനിക്ക് തോന്നിയത് ഒരു സമാധാനവും കൂടിയാ. കാരണം അപ്പൻ ഒരുപാട് കിടക്കാതെയാണല്ലോ മരിച്ചത്. കാരണം കിടന്ന് നരകിച്ച് അപ്പൻ ഒരു പരിധിയിൽ കൂടുതൽ ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽ അത് അപ്പന് സങ്കടമാകുമായിരുന്നു, എനിക്ക് സങ്കടമാകുമായിരുന്നു. അതൊന്നും സംഭവിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും രാവിലെ ഞാൻ എണീറ്റിട്ട് ഒരു 10 മിനിറ്റ് സമയം കിടക്കും. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത്, എനിക്ക് അരുവത്ര പള്ളിയിലെ മാതാവിൻ്റെ രൂപം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒന്നും വിചാരിക്കരുത്, എനിക്ക് ആ രൂപം മാത്രമല്ല, എല്ലാ മാതാവിൻ്റെ രൂപവും ഇഷ്ടമാണ്. പക്ഷേ അരുവത്ര പള്ളിയിലെ മാതാവിൻ്റെ ആ രൂപം ഞാനിങ്ങനെ മനസ്സിൽ കണ്ടിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്തിരിക്കുന്നതും മാതാവ് എന്നെ ബ്ലെസ് ചെയ്യുന്നതും, ആ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കണമോ അതൊക്കെ സംഭവിക്കുന്നതായിട്ടും കൂടി ഞാൻ മനസ്സിൽ കാണും. ഉദാഹരണം, ഇന്ന് രാവിലെ വൈഫ് ഏക്കുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ ഇപ്പൊ ഏക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് 10 മിനിറ്റ് സമയം കിടന്നുകൊണ്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എണീറ്റതിന് ശേഷം അതിതാണ്, ഈ ഒരു ക്ലാസ് വളരെ ഭംഗിയായിട്ട് നടക്കുന്നതും, ഈ ദേവാലയത്തിൽ എനിക്ക് നന്നായിട്ട് ഒരു സ്പീച്ച് തരാൻ പറ്റുന്നതും, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും, ഇത് നൽകിയതിനു ശേഷം നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി എനിക്കൊരു യാത്രയപ്പൊക്കെ തരുന്നതും എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ അടുത്ത് വരുന്നതും ഒക്കെ മനസ്സിൽ കണ്ടിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റത്. എന്നും അങ്ങനെ ചെയ്യുന്നത്. ഏകദേശം ഒരു 17 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വേൾഡ് ട്രേഡ് സെന്റർ മുംബൈയിൽ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ടിബറ്റിൽ നിന്ന് വന്ന മൈൻഡ് പവർ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്ന ഒരു ലേഡി അവരെന്നെ പഠിപ്പിച്ചു തന്നാണ് ഈ ടെക്നിക്ക്. എല്ലാ ദിവസവും നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ള ടെക്നിക്ക്, നിങ്ങളുടെ ദിവസം സൃഷ്ടിക്കേണ്ടത് നിങ്ങളാണെന്നുള്ള ടെക്നിക്ക് അവര് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്ന കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്ന സർവശക്തനായ ദൈവം നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൽ വസിക്കുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ ആരുണ്ട്? ദൈവമുണ്ട്. എൻ്റെ ഉള്ളിൽ ആരുണ്ട്? ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് അല്ലെങ്കിൽ 3 കഴിവുകൾ എന്ന് പറയുന്നത് സൃഷ്ടി, പരിപാലനം, സംഹാരം. ശരിയല്ലേ? ജനറലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിക്കുക, നന്മകൾ സൃഷ്ടിക്കുക, എല്ലാം സൃഷ്ടിക്കുക, എല്ലാം പരിപാലിക്കുക, ഏറ്റവും അവസാനം എന്താണ്? ദൈവത്തിലേക്ക് നമ്മൾ മടങ്ങുന്നു. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമുക്കും അതേ ശക്തിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദിവസങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിവുണ്ട്. ആലോചിച്ച് നോക്കിയാൽ ശരിയല്ലേ? അതിൻ്റെ അർത്ഥം നമ്മുടെ വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ട്. ഇൻവേർട്ടർ ഒരിക്കൽ പറയുവാണ്, മെയിൻ ലൈൻ ഓഫ് ആക്കിക്കോ, മെയിൻ ലൈൻ ഓഫ് ആക്കിക്കോ. ഇനി എനിക്ക് മെയിൻ ലൈനിന്റെ ആവശ്യമില്ല. ഇൻവേർട്ടർ വർക്ക് ചെയ്യുമോ? ഇല്ല, ഇൻവേർട്ടർ വർക്ക് ചെയ്യല. ഇൻവേർട്ടർ തീർന്നു. ദൈവവുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണെങ്കിൽ, പ്രാർത്ഥന എന്ന് പറയുന്ന ആ ഒരു എണ്ണ എപ്പോഴും നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ആ ഒരു ശക്തി എപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ദിവസങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ. അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും മനസ്സിൽ എന്ത് കാണണം? ഇന്നത്തെ ദിവസം എന്തൊക്കെ സംഭവിക്കണോ അത് മനസ്സിൽ കണ്ടിട്ട് വേണം എഴുന്നേക്കാൻ വേണ്ടി. നിങ്ങളുടെ ജീവിതം വേറെ മറിയും, വേറൊരു ലെവലിലേക്ക് പോകും. നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ ധാരാളം പൈസ വരുന്നത് മനസ്സിൽ കാണുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ വേദന ഇല്ലാതാവുന്നത് മനസ്സിൽ കാണുക. എന്നിട്ട് ദൈവത്തിന് നന്ദി പറയുക. അന്നത്തെ ദിവസം അങ്ങനെയായിരിക്കും. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് മനസ്സിൽ കാണുക. നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ആ മനുഷ്യൻ സ്നേഹിക്കുന്നത് മനസ്സിൽ കണ്ടിട്ട് രാവിലെ എണീക്കുക. നിങ്ങളുടെ വൈഫ് നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അത് സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ട് രാവിലെ എണീക്കുക.
നിങ്ങളുടെ മക്കൾ പഠിക്കുന്നില്ലെങ്കിൽ അവർ നന്നായിട്ട് പഠിക്കുന്നത് മനസ്സിൽ കണ്ടിട്ട് എണീക്കുക. അങ്ങനെ എണീക്കാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. ഓരോ ദിവസവും സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുക. ഓരോ ദിവസവും സൃഷ്ടിക്കാനുള്ള ആ കരുത്ത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതാണ് ദൈവത്തിൻ്റെ അതേ ശക്തി എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുകൊണ്ട് അർത്ഥമാക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീടുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വള്ളം തുഴയുമ്പോൾ എല്ലാവരും ഒരുപോലെ തുഴയണം. ശരിയല്ലേ? പ്രാർത്ഥിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും എല്ലാവരും ഒരേ ചിന്തയോടുകൂടി പ്രാർത്ഥിക്കണം. അതിൻ്റെ അർത്ഥം, ഒരു കൊച്ചു കുഞ്ഞുണ്ട്, ആ കൊച്ചു കുഞ്ഞിന് ഇരിക്കാൻ ഇഷ്ടമില്ല, അവനോട് പറയും ഇരിക്കുക, പ്രാർത്ഥിക്കുക, അവന് റോൾ മോഡലാവുക. അതിനെ തല്ലി നൊരോളിപ്പിച്ച് അടിച്ച് അവിടെ ഇരുത്തി പ്രാർത്ഥിപ്പിച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രാർത്ഥനയും കൂടി മോശമാവുകയുള്ളൂ. ദയവായിട്ട് അങ്ങനെ ചെയ്യണ്ട. അതിൻ്റെ അർത്ഥം പിള്ളേരെ വഴിയൂരി കെട്ടഴിച്ച് വിടുക എന്നുള്ളതല്ല. അവർക്ക് ബോധമാകുന്ന സമയത്ത് അവർ ഇരുന്നോളും. പക്ഷേ നമ്മൾ ഭക്തിയോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരേ ചിന്തയോടുകൂടി പ്രാർത്ഥിക്കുക. എന്നിട്ട് മനസ്സിൽ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്കൊരു വീട് വെക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, അങ്ങനെയൊന്നുമില്ല, നിങ്ങളെല്ലാവരും വീടും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് എങ്കിലും ഞാനൊരു എക്സാമ്പിൾ പറയാം. വീട് വെക്കണം എന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ ആ വീട് വെക്കുന്നത് നിങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇരുന്ന് കാണുക. നിങ്ങളുടെ മകന് വിദേശത്ത് പോകുന്നതാണ് കാണാൻ ആഗ്രഹമെങ്കിൽ അവിടെ ഇരിക്കുന്ന വല്യപ്പനും വല്യമ്മയും എല്ലാവരും അവൻ വിദേശത്ത് പോയിരിക്കുന്നതും അവിടുന്ന് അവൻ ഒരുപാട് നന്മകൾ ഉണ്ടാവുന്നതും കൃത്യമായിട്ട് മനസ്സിൽ ചിത്രമായിട്ട് കാണുക. ഇത് പ്രാർത്ഥനയുടെ സമയത്ത് നടക്കണം, കൂട്ടായിട്ടുള്ള പ്രാർത്ഥന. പിന്നെ എല്ലാ ട്രെയിനേഴ്സും പറയുന്നൊരു കാര്യമുണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. പിന്നെ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? ഒരുമിച്ച് കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്? അവിടെ ആ ഒരുമയാണ്. അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഒരുമ, ഞങ്ങൾ ഒന്നാണ് എന്നുള്ള ബോധ്യം, ആ പോസിറ്റീവായിട്ടുള്ള എനർജി അത് വീട്ടിൽ സൃഷ്ടിക്കാൻ അത് കാരണമായിട്ട് തരും. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഒരുമയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് പറയുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ ചില അഭിപ്രായങ്ങളൊക്കെ പറയും. അങ്ങനെ പറയുമ്പോൾ സാധാരണ ആണുങ്ങൾ പറയുന്നൊരു രീതിയുണ്ട്, നിനക്ക് എന്നാ അറിയാം. അങ്ങനെ ഇതുവരെ കേൾക്കാത്ത സ്ത്രീകളൊന്ന് കൈയോർത്തി കാണിച്ച്, ഇതുവരെ കേൾക്കാത്ത, നിനക്ക് എന്നാ അറിയാം എന്ന് കെട്ടിയന്മാർ പറയുന്നത് ഇതുവരെ കേൾക്കാത്ത ഏതെങ്കിലും ഒരു സ്ത്രീ ഇവിടെ ഇരിപ്പുണ്ട്, കൈയോർത്തി കാണിക്കുക. ഒരാൾ പോലും ഇല്ലേ? ഒരാൾ പോലും ഇല്ല. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ഇവിടെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, ഒരു കാര്യമില്ല. അപ്പോൾ നിനക്ക് എന്നെ അറിയാമെന്ന് ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വീട്ടിൽ ഞാൻ എടുക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ തീരുമാനങ്ങളും എൻ്റെ വൈഫിനോട് ചോദിച്ചിട്ട് എടുക്കുന്നത്. എൻ്റെ ഭാര്യയോട് ചോദിക്കാറുണ്ട്. റീസൺ ഇത്ര മാത്രമേ ഉള്ളൂ, പുള്ളിക്കാരത്തിക്ക് ബോധമുണ്ടോ ബുദ്ധിയുണ്ടോ ഇതൊന്നുമല്ല പ്രശ്നം. ഞാൻ ചോദിക്കുമ്പോൾ പുള്ളിക്കാരത്തി ചില അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായത്തിൻ്റെ അകത്ത് എനിക്ക് കിട്ടാവുന്ന കുറേ ഇൻസൈറ്റുകൾ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ഞാനൊരു സ്റ്റാഫിനെ എടുക്കുന്നു. സ്റ്റാഫിനെ എടുത്തിട്ട് എത്ര രൂപ സാലറി കൊടുക്കണമെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു ഇത്രയും രൂപ സാലറി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, നിനക്കെന്നാ തോന്നുന്നതെന്ന് ചോദിച്ചു. അന്നേരം പുള്ളിക്കാരത്തി അതിന് മറുപടിയായിട്ട് പറഞ്ഞതാണ്, അത്രയും കൊടുക്കണ്ട, കൊടുത്തു കഴിഞ്ഞാലത്തെ പ്രശ്നം ഒരു വർഷം കഴിയുമ്പം അവരതിനേക്കാളും കൂടുതൽ ആഗ്രഹിക്കും. അതിനേക്കാളും നല്ലത് എന്താണ്, കുറച്ച് കൊടുക്കുക, അതിനുശേഷം ഒരു വർഷം കഴിയുമ്പം എന്ത് ചെയ്യുക, കൂട്ടി കൊടുക്കുക. ശരിയല്ലേ? വളരെ ശരിയല്ലേ? പെട്ടെന്ന് അതെനിക്ക് കത്തിയില്ല. ഈ കത്താത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഞാൻ വൈഫിനോട് ചോദിച്ചു കഴിഞ്ഞപ്പം എന്താണ്, വൈഫ് കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ഹസ്ബൻഡ് വൈഫും, നല്ല നിലയിലുള്ള ഹസ്ബൻഡ് വൈഫാണ്, വലിയ റിച്ചാണ്. പക്ഷേ ഈ ഹസ്ബൻഡ് ഒരു സാധനവും ആരോട് സംസാരിക്കില്ല, വൈഫിനോട് സംസാരിക്കില്ല. ഇത് വല്ലാത്തൊരു പ്രശ്നമാണ്. അങ്ങനെ ഇടയ്ക്ക് ഈ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു ശകലം പൈസ കടമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, എത്ര രൂപ കടമുണ്ട് ചേട്ടാന്ന് ചോദിച്ചു. 5 ലക്ഷം രൂപ. സാരമില്ല, വൈഫിൻ്റെ വീട് ഇമെൻസീവിൽ റിച്ചാണ്, നല്ല പൈസയുള്ള വീട്ടിലത്തെ ലേഡിയാണ്, അത്യാവശ്യം പ്രായമുണ്ട് അവർക്ക്, രണ്ടുപേരും നല്ല ജോലിക്കാരുമാണ്. സാരമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം ഹസ്ബൻഡ് വീണ്ടും പറഞ്ഞു, അല്ല ശകലം കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഒരു 0 കുറഞ്ഞു പോയതാ എന്ന് പറഞ്ഞു. എത്രയാത്? മനസ്സിലായില്ലേ? ഓക്കെ, 50 ലക്ഷം രൂപ കടമുണ്ടെന്ന് പറഞ്ഞു. വൈഫ് പറഞ്ഞു, സാരമില്ല, ക്ഷമിച്ചിരിക്കുന്നു, പക്ഷെ നിങ്ങൾ എന്നോട് മിണ്ടാതിരുന്നത് കഷ്ടമാണ്. ഈ സമയത്ത് വൈഫ് ചില അന്വേഷണങ്ങൾ നടത്തി. ശരിക്കും 5 കോടി രൂപയായിരുന്നു കടം. 5 കോടി രൂപ ഇയാൾ കടമുണ്ടാക്കി. വേറൊന്നുമല്ല, അവധി കച്ചവടം നടത്തുക, ഷെയർ മാർക്കറ്റിൽ ഒന്ന് കളിച്ചതാ. പാവത്തിന്റെ 5 കോടി രൂപ പോയി. ഇപ്പം കിട്ടും എന്ന് കരുതി കൂടുതൽ ഇറക്കി. അങ്ങനെ 5 കോടി രൂപ ഇല്ല.
ഈ കാര്യം അറിഞ്ഞു, വൈഫ് പിണങ്ങി വീട്ടിൽ പോയി. അവസാനം ഇവർക്ക് ഒരുമിച്ച് ജീവിക്കണം, സ്നേഹമുള്ള മനുഷ്യരാ. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. അവസാനം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. സംഭവിച്ചു ഇത്രയും മാത്രമേ ഉള്ളൂ. ഒരു കാര്യവും, സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യവും വൈഫിനോട് പറയില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പറയാത്തേ? എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല. എന്തുകൊണ്ടാണ് ശീലമില്ലാത്തേ? എൻ്റെ അപ്പനും അമ്മയും അങ്ങനെ പറഞ്ഞ് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പറയും, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും കാര്യങ്ങളൊക്കെ ആരോടെങ്കിലുമൊക്കെ പറയണം. എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി കഴിഞ്ഞ ഇടയ്ക്ക്. ഞാൻ ആ പെൺകുച്ചിനെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ തന്നെ പരിചയമുണ്ട്, ഹസ്ബൻഡ് വൈഫും കൂടെ എൻ്റെ അടുത്ത് വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ അവരെ കുറച്ച് സപ്പോർട്ടൊക്കെ ചെയ്തു. ആ ചെയ്യുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വിവരവും ഇല്ല എവിടെയാണ് സ്ഥലം കിടക്കുന്നത്, ഒരു വിവരവും ഇല്ല ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്. വെറുതെ പോയി. ഇനി ഞാൻ കുറച്ച് ചെറിയ ചെറിയ ചില ടിപ്സുകളൊക്കെ കൊടുത്തു. ഏതായാലും അവർ ഓൾമോസ്റ്റ് ഓവർകം ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ആരും മരിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ മരിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. ചിലപ്പോൾ ഒന്ന് വീണെന്ന് വിചാരിക്കുക, ഒന്ന് ഓർമ്മ പോയെന്ന് വിചാരിക്കുക, ആരെങ്കിലും സഹായത്തിന് വേണ്ടേ. ഇനി ഈ പെണ്ണുങ്ങളുടെ കേസിലും ലേഡീസിന്റെ കേസിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില കാര്യങ്ങൾ കെട്ടിയന്മാരോട് പറയാൻ വല്ലാത്ത മടിയാണ്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പയ്യന്റെ അടുത്ത് കൊടുത്ത് ഒരു പാസ്പോർട്ട് ഫോട്ടോയുടെ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലേഡി കൊടുത്തു വിട്ടു. അവരുടെ പ്രായം എന്ന് പറയുന്നത് 38 വയസ്സ്. 38 വയസ്സുള്ള ലേഡി പാസ്പോർട്ട് കോപ്പി കൊടുത്തിട്ട്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫിന്റെ ഒരു കോപ്പി കൊടുത്തിട്ട് 10 കോപ്പികൾ വേണം, അതിന് വേണ്ടി കൊടുത്തു വിട്ടു. അങ്ങനെ കൊടുത്തു. അവൻ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. ഒരു 20 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പയ്യന് ഈ ലേഡിയുടെ അടുത്ത് നിന്നിട്ട്, ഇവർ തമ്മിൽ നന്നായിട്ട് അറിയും, ഒരു ഫോട്ടോ കാണിച്ചു. അതായത് ഇവരുടെ തലയും ഇവർ നേക്കഡായിട്ട് നിൽക്കുന്നു. ഇതാണ് സംഭവം. ഇവർ വസ്ത്രം ഉടുക്കാതെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കാണിച്ചത്. ഈ പയ്യൻ പറഞ്ഞു, ചേച്ചിയെ അതെന്ന് പറഞ്ഞു. എടോ നീ എന്ത് ചെയ്ത്, ഇതെന്താ സംഭവം, ഇത് നിനക്കിത് എവിടെ നിന്ന് കിട്ടി? ഇവക്ക് വല്ലാത്ത വിഷമം, ഒരു രക്ഷയില്ല. അതൊക്കെ എടുത്ത് ചേച്ചി എന്ന് പറഞ്ഞു. ചേച്ചി കുളിമുറിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എടുത്തു എന്ന് പറഞ്ഞു. ആശ്ചര്യം എടുത്തതല്ല, പാസ്പോർട്ട് ഫോട്ടോ കൊടുത്തില്ലേ, അതിന്റെ തലയും ഏതോ ഒരു പെണ്ണിന്റെ ശരീരം കൂടി കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണ്. ചേച്ചിക്ക് ഇത് മനസ്സിലായില്ല. 38 വയസ്സുള്ള ചേച്ചിയാ. ഇവരങ്ങോട്ട് വല്ലാതെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. ചേച്ചി ടെൻഷൻ ഒന്നും അടിക്കണ്ട, എനിക്കൊരു 10,000 രൂപ വന്നാൽ മതി എന്ന്. ഈ ചേച്ചിയുടെ കയ്യിൽ ചെറിയ പൈസയൊക്കെ ഇരിപ്പുണ്ട്. ചേച്ചി അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു 8,000 രൂപ മേടിച്ചു. ചേച്ചിയുടെ കയ്യിൽ നിന്ന് 2,000 രൂപ എടുത്തിട്ട് 10,000 രൂപ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ചേട്ടനോട് പറയണമെന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ പൊന്നു മോനെ, കാലെ പിടിക്കുക, എൻ്റെ പൊന്നു മോനെ നീ ചെയ്യരുത്. അങ്ങനെ ഈ ചേച്ചി 3 പ്രാവശ്യം പൈസ കൊടുത്തു. 3 പ്രാവശ്യം പൈസ കൊടുത്തു. കെട്ടിയെന്ന് അറിയത്തില്ല. 3 പ്രാവശ്യം പൈസ കൊടുത്തു. പൈസ കൊടുത്തു കഴിയുമ്പം ഈ ചേച്ചി എന്തോ ഒരു ഭാഗ്യത്തിന് ഈ ചേച്ചിയുടെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു. അങ്ങനെ ഫ്രണ്ടിനോട് പറഞ്ഞു കഴിഞ്ഞപ്പം അവർക്ക് എന്നെ അറിയായിരുന്നു. അവരെന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ സംഭവം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ ആയി. അതിനുശേഷം പിന്നെ ഈ പയ്യൻ തിരുമൽ കഴിഞ്ഞ് ഇറങ്ങി, കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ പോലീസ് ചാർത്തി റെഡിയായി. അവൻ്റെ അസുഖങ്ങളൊക്കെ തീർന്നു. പക്ഷെ പറയേണ്ട കാര്യം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയാത്തത്, ചിലർ ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും പറയാത്തത്. കാര്യങ്ങൾ പറയണം, കാര്യങ്ങൾ നിർബന്ധമായിട്ടും പറയണം. ഇനി ഞാൻ ഈ ഒരു സെഷന്റെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് ഒന്ന് കടക്കാൻ പോവുക. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, സാധാരണ രീതിയിൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്ന പഠനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. പഠിക്കാത്തതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയും, പഠന വൈകല്യങ്ങളെന്ന് പറയും. ഡിസ്ലെക്സിയ, വായിക്കാനുള്ള ബുദ്ധിമുട്ട്. ഡിസ്ഗ്രാഫിയ, എഴുതാനുള്ള ബുദ്ധിമുട്ട്. ഡിസ്കാൽക്കുലിയ, കണക്ക് കൂട്ടാനുള്ള ബുദ്ധിമുട്ട്. ഡിസ്പ്രാക്സിയ, കൈ ഇങ്ങനെ പിടിച്ചു പറയും. അങ്ങനെയൊക്കെയുള്ള കുറേ പഠന വൈകല്യങ്ങളുണ്ട്. ഈ പഠന വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികൾ പഠിക്കില്ല. അങ്ങനെയുള്ള പിള്ളേരെ തല്ലിയിട്ട് കാര്യമില്ല. അവരെ ഏതെങ്കിലും ഒരു കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പ്രശ്നം പരിഹരിക്കണം. അവരെ പഠിപ്പിക്കാനുള്ള ടെക്നിക്കുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ റെഡിയാക്കണം. 2, ലേണിംഗ് ഡിഫിക്കൽറ്റീസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ലേണിംഗ് ഡിഫിക്കൽറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ സ്കൂൾ മാറ്റി, അതിൻ്റെ പേര് കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, അതിൻ്റെ പേര് കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. കൂട്ടുകാർ കളിയാക്കുന്നു, അതിൻ്റെ പേര് പഠിക്കാൻ പറ്റുന്നില്ല. ലേണിംഗ് ഡിഫിക്കൽറ്റീസ്, പിള്ളേർ പഠിക്കില്ല.
പിന്നെ ഓട്ടിസം എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്, നിങ്ങൾക്കറിയാം. അതെന്താണ്? സമൂഹത്തിൽ ഇടപെടാനുള്ള കുട്ടിയുടെ ബുദ്ധിമുട്ട്. ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഭയങ്കര പിടപ്പായിരിക്കും. അതൊന്നും നമ്മുടെ മക്കൾക്കില്ല, കുഴപ്പമില്ല, പ്രശ്നമില്ല. പക്ഷേ ലേണിംഗ് ഡിഫിക്കൽറ്റീസും ലേണിംഗ് ഡിസബിലിറ്റീസും ഉണ്ടാവാം. അങ്ങനെയുള്ള പിള്ളേരെ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധയോടുകൂടി അതിനുള്ള പരിഹാര മാർഗങ്ങളിലൂടെ കടത്തിവിടണം. പിള്ളേർക്ക് പഠിക്കാൻ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവരെ ഫോഴ്സ് ചെയ്യുക. പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പഠിപ്പീര് നമ്മൾ പഠിപ്പിച്ചാൽ മതി. എപ്പോഴും ഓർക്കുക, ബുദ്ധി കൊണ്ട് മാത്രമല്ല. ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന കണക്ക് നന്നായിട്ട് കൂട്ടുന്നു, അല്ലെങ്കിൽ കണക്ക് കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ ഇന്റലിജന്റ് കോഷ്യന്റ് കൊണ്ട് മാത്രമല്ല ഒരാൾ രക്ഷപ്പെടുന്നത്. അതിന് പകരം ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. എന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുക, സമയം പാലിക്കുക, തീരുമാനങ്ങൾ എടുക്കുക, മറ്റുള്ളവരോട് നന്നായിട്ട് സംസാരിക്കുക, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ള ഏരിയാസ് ഉണ്ട്. ഈ ഏരിയാസ് ഒക്കെയാണ് ശരിക്കും കുട്ടികളിൽ വളർത്തേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് അവരുടെ ബുദ്ധി വികസിക്കാനുള്ള കാര്യങ്ങൾ കൂടി കൊടുക്കണം, കുഴപ്പമില്ല. പക്ഷേ IQ ശകലം കുറവാണെങ്കിലും EQ ഉണ്ടെങ്കിൽ പിള്ളേർ നന്നായിട്ട് രക്ഷപ്പെട്ടോളും. അതുകൊണ്ട് അടിച്ചു കെട്ടി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് താങ്ങാൻ പറ്റുന്ന ഭാരം മാത്രമേ അവരെ കൊണ്ട് എടുപ്പിക്കാവുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. പിള്ളേർ ഡിപ്രഷനുള്ള അല്ലെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പിള്ളേർ പോകും. പക്ഷെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേരൻസ് പഠിക്കുക എന്ന് പറയുന്നത് അത് അവർക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾ വിദേശത്ത് പോയി സമ്പാദ്യം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇന്ത്യയിൽ സമ്പാദ്യമുണ്ടാക്കി ഇവരെ നോക്കുന്നതിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഭാവി രക്ഷപ്പെടുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ഏതെങ്കിലും സമയത്ത് പഠിക്കുക എന്ന് പറയുമ്പം ദയവായിട്ട് ഇങ്ങനെ വിചാരിക്കരുത്, അവർക്ക് വട്ടായിട്ടാണ് അത് പറയുന്നതെന്ന് ദയവായിട്ട് വിചാരിക്കാതിരിക്കുക. അത് അവർ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊന്ന് ഓർക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് 2-3 കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു പുസ്തകം ഞാൻ ഇതിൻ്റെ കുറച്ച് കോപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. കുടുംബജീവിതത്തിന് എത്ര മാർക്ക്. ഇത് നമ്മൾ പബ്ലിഷേഴ്സാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഞാൻ പൈസ മുടക്കി പബ്ലിഷ് ചെയ്യുന്നതല്ല. അവർ 150 കോപ്പികൾ എന്ത് തരും? ഫ്രീ ആയിട്ട് തരും. അതിൻ്റെ ഒരു റോയൽറ്റി പോലെ തരും. അതൊക്കെ പണ്ടേ തീർന്നു പോയി. പിന്നെ ഉള്ളത് 60% പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന, ഇതിൽ ചെറിയൊരു വിലയേ ഉള്ളൂ. അപ്പം ആ വില നിങ്ങൾക്ക് ഗൂഗിൾ പേ ആയിട്ട് തരാൻ പറ്റുകയാണെങ്കിൽ സന്തോഷമാണ്. കാരണം വേഗമൊന്നുമല്ല, പുസ്തകത്തിന് ഒരു കോസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതാണ്, പബ്ലിഷേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതാണ്. ഇത് ആൽമ പബ്ലിക്കേഷൻസ് ആണ്, കോഴിക്കോടുള്ള ഒരു പബ്ലിഷേഴ്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മേടിക്കാം. 3 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. ഒന്ന് മാതാപിതാക്കളും അധ്യാപകരും പൂന്തോട്ടക്കാർ എന്ന് പറയുന്ന കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ള പുസ്തകം, അതിൻ്റെ കുറച്ച് കോപ്പികളുണ്ട്. പിന്നെ ഉറപ്പുള്ള അടിത്തറ പണിയാം എന്ന് പറയുന്ന ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. ഇതാണ് ബേസിക്കലി എഴുതിയിരിക്കുന്ന 3 പുസ്തകങ്ങൾ. അതിൻ്റെ കോപ്പികൾ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്നോട് പറഞ്ഞാൽ മതി. ഏതെങ്കിലും സമയത്ത് എൻ്റെ അഡ്രസ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം. എൻ്റെ അത് കുഴപ്പമില്ല. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, നിങ്ങൾക്ക് ഞാൻ കുറേ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതാറുണ്ട്. ഞാൻ അച്ഛനിട്ട് കൊടുക്കാം. അച്ഛനത് എന്ത് ചെയ്തോളും, നിങ്ങൾക്ക് അത് തന്നുകൊള്ളും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, വായിക്കുക. ആർട്ടിക്കിൾസ് ഒക്കെ ഒന്ന് വായിക്കുക. പ്രത്യേകിച്ച് കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് എഴുതാറുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഓക്കെ, ആ യൂട്യൂബ് ചാനൽ ജസ്റ്റിൻസ് ഹബ് എന്ന് പറയും. JUSTIN, അതാണ് ജസ്റ്റിൻ്റെ ജസ്റ്റ് ഇന്ന്. അതിൻ്റെ ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എസും കൂടി ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റിൻസ് ഹബ്, HUB ഹബ്. അതിൻ്റെ അകത്ത് കുറേ വീഡിയോസ് ഉണ്ട്. അത് ഞാൻ സാധാരണ ഇങ്ങനെ നോട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ അതൊന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ അച്ഛനിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് എഴുതി വെക്കാമെങ്കിൽ നല്ലതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. മൊബൈൽ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട്, അത് സേവ് ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇപ്പം വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ ഒരു മിസ് കോൾ കണ്ടാൽ ഞാൻ കംപ്ലീറ്റ് തിരിച്ചു വിളിക്കേണ്ടി വരും. കാരണം ഒരു മിസ് കോൾ പോലും ഞാൻ കളയാത്ത ആളാണ്. എൻ്റെ ഫീൽഡ് ഇതായ കൊണ്ടും എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ആൾക്കാർ വിളിക്കുന്നത്. അപ്പോൾ ഇപ്പം മിസ് കോൾ അടിക്കണ്ട, നിങ്ങൾ നമ്പർ മാത്രം സേവ് ചെയ്ത് വെക്കുക. 98 47 03 11 66 98 47 03 11 66. കിട്ടിയല്ലോ. ഇനി 2 ഇൻഫർമേഷനും കൂടി പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇതിൻ്റെ അകത്ത്
അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് ഒന്ന് സംസാരിക്കണമെന്ന്. ഞാൻ എല്ലാ ദിവസവും മെസ്സേജ് ഇട്ട് കൊടുക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. മെസ്സേജ് രാവിലെ ഇടും വൈകുന്നേരം ഇടും, വേഗം ഒന്നും ഇടിയല്ല, അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ വാട്സപ്പ് ഉണ്ട്, എന്നെ ഒന്ന് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടാൽ മതി. ഒന്ന്. രണ്ടാമത്തേത്, അവധിക്കാലത്ത് കുട്ടികൾക്കുള്ള ധാരാളമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്താറുണ്ട്. പറ്റുമെങ്കിൽ പിള്ളേരെ വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന പിള്ളേർ ഒരുപാട് മാറ്റം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എല്ലാ വർഷവും അവധിക്കാലത്ത് 3 പ്രോഗ്രാംസാണ് നടത്തുന്നത്. ഏപ്രിൽ മാസം 1, 2, 3 തീയതികളിലാണ് അടുത്ത പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 4 ബാച്ചുകളായിട്ട് തിരിച്ചിട്ടാണ് പ്രോഗ്രാം നടത്തുക. 15ഓളം ട്രെയിനേഴ്സ് അതിൻ്റെ അകത്തുണ്ടാവും. ഇനി രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം കൂടെ നടക്കും. മറ്റൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രസംഗ പരിശീലനമാണ് കൊടുക്കുന്നത്. കുട്ടികൾക്കുള്ള പ്രസംഗ പരിശീലനം കൊടുക്കാറുണ്ട്. അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ ബുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വേണമെങ്കിൽ ഞാൻ കോപ്പികൾ വെച്ചിട്ട് പോകാം, അതും ചെയ്യാവുന്നതാണ്. അച്ഛൻ്റെ അടുത്ത് നിന്ന് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ മേടിക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് നന്ദിയുടെ ഏതാനും ചില വാക്കുകൾ. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദിയുണ്ട്. കാരണം രണ്ടാമത്തെ പ്രാവശ്യം ഒരാളെ വിളിക്കണമെങ്കിൽ ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ പുറത്താണ് വിളിക്കുന്നത്. അടുത്ത പ്രാവശ്യം വിളിക്കുക, ഞാൻ വരും. വേറെ ടോപ്പിക്കുകൾ മറ്റ് ടോപ്പിക്കുകൾ നമുക്ക് തീർച്ചയായിട്ടും സംസാരിക്കാം. ഒരുപാട് നന്ദിയുണ്ട്, അച്ഛനോട് നന്ദി. രണ്ടാമത് നിങ്ങളോട് ഓരോരുത്തരോടുമാണ് നന്ദി പറയാനുള്ളത്. കാരണം എന്തൊരു ശ്രദ്ധയായിരുന്നു ഇത്രയും സമയം. അത് പള്ളി ആയതുകൊണ്ടൊന്നുമല്ല, പള്ളിയാണെങ്കിൽ പോലും എഴുന്നേറ്റ് പോകാം അല്ലേ, പക്ഷെ നിങ്ങളെല്ലാവരും ഇരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഐ ലവ് യു ഓൾ. ഒരുപാട് നന്ദി. കാരണം ഞാൻ എടുത്തിരിക്കുന്ന ക്ലാസ്സുകളിൽ ഇത്രയും ശ്രദ്ധയോടെ ഇരിക്കുന്നത് വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. അതിൽ ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ. ഒരുപാട് നന്ദിയുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും സർവശക്തരായ ദൈവം നിങ്ങൾക്ക് ധാരാളമായിട്ട് തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ വീഡിയോ, മൈക്ക് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു. നിങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് നന്ദി. വീഡിയോ ആരെടുത്തേ? ഇതേവാണോ? ആണോ? എനിക്കത് തരുമോ? ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തോ? ലൈവാണ്? ലൈവ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഏറ്റവും അവസാനമായിട്ട് ഈ ദേവാലയത്തിൽ നിന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സർവശക്തനായ ദൈവം അനുവദിച്ചു. അതിലുള്ള വലിയ നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. സർവശക്തനായ ഈശ്വരനോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഏതായിരുന്നു? ഓ നമ്മുടെ ക്രൈസ്തവ ഭവനങ്ങളിൽ പ്രായമുള്ള അമ്മച്ചിമാര് വെള്ളം പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ കുരിശ് വെച്ചു. അതെ അതെ. നൂറ് ശതമാനം. സാറ് പറഞ്ഞ കാര്യം കേൾക്കാൻ പറ്റിയോ? കേട്ടില്ല. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ഹൈന്ദവ ഭവനങ്ങളിൽ വെള്ളം എന്താണ് പൂജ ചെയ്ത് അല്ലെങ്കിൽ മുസ്ലിംസ് ഓതി കൊടുക്കുന്ന രീതി ഉണ്ടല്ലോ, സെയിമ. അത് തന്നെ നമ്മുടെ ഭവനങ്ങളിൽ പ്രായമുള്ളവര് ആശീർവദിച്ചു കൊടുക്കുമായിരുന്നു. സ്വർഗ്ഗസ്നായ പിതാവേ നന്മറിഞ്ഞു പറയുകയൊക്കെ നന്മറിഞ്ഞു പറയുകയും ചൊല്ലി കൊടുക്കുമായിരുന്നു. വലിയ മാറ്റമാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ കിണർ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം പ്രാർത്ഥനയോടുകൂടി അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതെ ആനമ്പളം ഒന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്. എനിക്കൊന്ന് എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും അത് പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലിരിപ്പുണ്ട്, ആ വെള്ളം ഇരിപ്പുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ആ വെള്ളം ഇപ്പോഴും ഇരിപ്പുണ്ട്. ഒരുപാട് നന്ദി. ആരെങ്കിലും ഒരാൾ, 2 പേര് ഞാനീ പറഞ്ഞ ക്ലാസ് ഓക്കെ ആയിരുന്നോ, എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തോ എന്ന് ആരെങ്കിലും ഒരു 2 പേരൊരു അഭിപ്രായം പറഞ്ഞാൽ, ഒരു പുരുഷനും ഒരു സ്ത്രീയും എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. വരൂ ഇവിടെ. ബഹുമാനപ്പെട്ട അച്ഛോ, ജസ്റ്റിൻ സാറ്, പ്രിയമുള്ളവരെ, സാർ അവസാനം പറഞ്ഞെടുത്ത് ഞാൻ തുടങ്ങുകയാണ്. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടു. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഈ ക്ലാസ് വളരെ ഭംഗിയായിരുന്നു. ആബാലവൃദ്ധം എന്ന് മലയാളത്തിൽ പറയുന്നില്ല, കൊച്ചുകുട്ടി മുതിർന്നവർ വരെ
എല്ലാവരെയും ഒരുപോലെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് ഭംഗിയായിട്ട് കുടുംബ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെ സ്പർശിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് സാർ ക്ലാസ് എടുത്തു പോയി. വളരെ നന്നായിരുന്നു. എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടു. ഒത്തിരി സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അച്ഛൻ ഔദ്യോഗികമായിട്ട് പറയുന്നതിന് മുമ്പ് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.